സമരവും പിന്നെ പ്രിൻസിപ്പളിൻ്റെ നിലപാടും. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. സ്വാശ്രയ പ്രശ്നങ്ങളെ മുൻനിർത്തി വലിയ സമരത്തിലേക്ക് നാട് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് പീപ്പിൾ TV ആണ്. ജിഷ്ണുവിനോട് കാട്ടിയ അനധികൃതമായ അധികൃതരുടെ പെരുമാറ്റത്തിൽ തുടങ്ങി സമഗ്രമായി പുരോഗതി സ്വാശ്രയ മേഖലയിലാകെ പടർന്നു പന്തലിച്ചു. ഇന്നത് ലോ അക്കാദമിയുടെ വിഷയങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകുന്ന തരത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഇന്നത്തെ ലോ അക്കാദമി സമരവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുടെ പുരോഗതിയാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. മുൻ SFI നേതാവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ഷിജു ഖാൻ, കോൺഗ്രസ് നേതാവ് BRM ഷഫീർ, സാമൂഹ്യ നിരീക്ഷകൻ ഫക്രുദ്ദീൻ, പിന്നെ മാധ്യമപ്രവർത്തകൻ റജി ലൂക്കോസ്, ഒപ്പം രാഹുൽ ഈശ്വറും നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. മാനേജ്മെൻറ്റിനെ പ്രതിനിധീകരിച്ച് നാഗരാജും ടെലിഫോണിൽ ചേരുന്നുണ്ട്. ആദ്യം ഇടവേളയിലേക്ക് പോയതിനു ശേഷം ചർച്ച തുടരാം. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീ ഷിജു ഖാൻ, അതായത് പൊതുവെ ഇത്തരത്തിലൊരു സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നീങ്ങുന്ന ചില അനൗദ്യോഗികമായ സംഭാഷണങ്ങളുണ്ട്. ഒരുപക്ഷെ സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട്, അത്തരത്തിൽ പല വിധത്തിലുള്ള കുപ്രചരണങ്ങൾ, ഒരുപക്ഷെ ഇതിൻ്റെ വസ്തുതകൾ തൊട്ടപ്പുറമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇതുമായി ബന്ധപ്പെട്ട സിൻഡിക്കേറ്റിൻ്റെ റിപ്പോർട്ടുകൾ അടക്കം ഇന്ന് കോളേജ് രാജിവെക്കേണ്ടതില്ല എന്ന് മാനേജ്മെൻറ്റ്, ലക്ഷ്മി നായർ രാജിവെക്കേണ്ടതില്ല എന്ന് മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നു. അതിലേക്കൊക്കെ എത്താം. അതിനു മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാം. ശ്രീ ഷിജു ഖാൻ, ലോ അക്കാദമി സമരമാണ് കേരളം ഇന്ന് ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ലോ അക്കാദമിയിലെ SFIയുടെ നേതൃത്വത്തിൽ, മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ശക്തമായ സമരമാണ് വളർന്നു വന്നിരിക്കുന്നത്. ആ സമരത്തിൽ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ പ്രത്യേകമായി ഇവിടെ വിശദീകരിക്കേണ്ടതില്ല. നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായി നാം അതേ വിഷയം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് കൈക്കൊണ്ട തീരുമാനങ്ങളാണ് ഏറ്റവും ഒടുവിലായി കേരളത്തിൻ്റെ സമൂഹം സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് ഒരു ഉപസമിതിയെ നിയോഗിച്ച് ആ ഉപസമിതിയുടെ റിപ്പോർട്ട് സിൻഡിക്കേറ്റ് ചർച്ച ചെയ്ത് ലോ അക്കാദമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒന്ന് പ്രിൻസിപ്പലിന് എതിരായിട്ടുള്ള പരാതികളാണ് പ്രധാനമായും പരിശോധിച്ചത്. 90-ലധികം കുട്ടികൾ, 150ഓളം പരാതികൾ ഉപസമിതിയുടെ മുന്നിലെത്തി. അതുപോലെ നിരവധി രക്ഷിതാക്കൾ പരാതിയുമായി വന്നു. അധ്യാപകരെയും പ്രിൻസിപ്പലിനെയും 2 ദിവസം പ്രിൻസിപ്പലിനെ ഹിയറിംഗ് നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് പ്രകാരം പരീക്ഷാ ക്രമക്കേട് ഉൾപ്പെടെ, ഇന്റേണൽ മാർക്കുകൾ, മാർക്ക് ദാനം ഉൾപ്പെടെ തീർച്ചയായും ഷിജു ഖാനിലേക്ക് എത്താം. ശ്രീ BRM ഷഫീർ, അതായത് സമരം എന്ന വലിയ സമ്മർദ്ദം ഒരു പക്ഷേ രാഷ്ട്രീയവും ജനാധിപത്യവുമായി ഏറ്റവും മൂർച്ചയേറിയ ആയുധം തന്നെയാണ്. ആ ആയുധത്തിലൂടെ കാര്യങ്ങൾ വികസിക്കുകയാണ്. ഒരുപക്ഷെ ക്രിയാത്മകമായ മാതൃകാപരമായ പ്രതികരണമാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി ഇന്നും പറഞ്ഞു, സ്വാശ്രയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കാൻ ഞെട്ടലോടുകൂടി ഒരു വിദ്യാർത്ഥിയും ഈ സ്വാശ്രയ കോളേജുകളുടെ പേരുകൾ കേൾക്കാൻ അനുവദിക്കാത്ത ഒരു കാലം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനായുള്ള നീക്കം ശക്തമായി തുടരും. ഏറ്റവും ക്രിയാത്മകമായ നടപടി ദിവസങ്ങൾ കൊണ്ട് എടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ശരി. പക്ഷേ ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ ഇന്നത്തെ പോലും തീരുമാനമെത്തിയത് ഞങ്ങൾ രാജിക്ക് തയ്യാറല്ല, അങ്ങനെയാണെങ്കിൽ ഈ കുറ്റങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുന്ന തരത്തിലേക്കുള്ള ബാധ്യത തങ്ങളിലേക്കെത്തും എന്ന നിലപാട് മാനേജ്മെൻറ്റിന് നിന്നാൽ കോടതി അടക്കമുള്ള ജുഡീഷ്യൽ സംവിധാനങ്ങളുടെ കാര്യമൊക്കെ നമുക്കറിയാം. വലിയ പരിമിതി ഈ വിഷയത്തിലില്ലേ? മൊത്തത്തിൽ നിഷ്പക്ഷമായി അല്ല, ഞാൻ നിഷ്പക്ഷമായിട്ടേ സംസാരിക്കത്തുള്ളൂ. ഞാൻ ആദ്യഘട്ടങ്ങളിലെല്ലാം സംസാരിച്ചത് SFIയും KSUവും കൂടി ചേർന്നുള്ള സംയുക്ത സമരത്തെ സംബന്ധിച്ച് തന്നെയാണ്. പക്ഷേ ഇന്നലെ മുതൽ ചിത്രം മാറി. ഞാനിവിടെ ആധികാരികമായി കൈരളി പീപ്പിൾ ഇരുന്നുകൊണ്ട് പറയുക, ഈ സമരം അവസാനിപ്പിക്കണമെന്ന് കേരളത്തിലെ ബഹുമാനായ സഖാവ് പിണറായി വിജയൻ സഖാവിനോ കേരളത്തിലെ CPM എന്ന് പറയുന്ന പാർട്ടിക്കോ അതിനകത്ത് യാതൊരു ആത്മാർത്ഥതയും ഈ കാര്യത്തിലില്ല. അവർക്ക് ഇതിനകത്ത് ലാഭമാണ്. വേണമെങ്കിൽ എഴുതി വെച്ചോ, അവർക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ലാഭമാണ്. കാരണം IASകാരുടെ പ്രശ്നവും രാഷ്ട്രീയ കൊലപാതകങ്ങളും അരിവിലയുമൊക്കെ കൂടി നിൽക്കുന്ന സമയത്ത് അതൊന്നും ചർച്ചയാകാതെ 10-20 ദിവസക്കാലം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ ചർച്ചയ്ക്ക് വെക്കിച്ചുകൊണ്ട് അജണ്ടകൾ മാറ്റുക എന്നുള്ള ഒരു രാഷ്ട്രീയ ഗൂഢ ഉദ്ദേശം കൂടി ഈ ഗവൺമെൻറ് ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, IASകാരുടെ സമരം നടന്നു, അവരെ വിളിച്ചു വരുത്തി, പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ വിളിച്ചു വരുത്തി, പിന്നെ അവരോട് താക്കീത് ചെയ്ത ഒരു ഗവൺമെൻറ്. മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിൽ സമരം നടന്നപ്പോൾ അതിനകത്ത് ഇടപെട്ട ഒരു ഗവൺമെൻറ്. ഇവിടെ ഒരു ഗവൺമെൻറ് ഒരു എന്തെങ്കിലും തരത്തിലുള്ള ക്രിയാത്മകമായ ഇടപെടലുണ്ടായോ?
വിദ്യാഭ്യാസ മന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിൽ പ്രഹസനങ്ങളല്ലേ നടന്നത്? ഇന്നലെ സിൻഡിക്കേറ്റ് ഉപസമിതിയെ സംബന്ധിച്ച് ഷിജുഖാൻ പറഞ്ഞു. എന്താ അവിടെ നടന്നത്? സിൻഡിക്കേറ്റ് ഉപസമിതിയിലെ CPM-ന്റെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അഫിലിയേഷന്റെ രേഖകൾ അന്വേഷിക്കണമെന്നും ട്രസ്റ്റിന്റെ ബൈലകളൊക്കെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും പ്രിൻസിപ്പളിനെ മാറ്റണമെന്നും സർക്കാരിനോട് ശുപാർശ ചെയ്യണം എന്നുള്ള കോൺഗ്രസിന്റെയും CPI-യുടെ, അതാണ് പ്രശ്നം, ഘടകകക്ഷിയായ CPI-യുടെ സിൻഡിക്കേറ്റ് മെമ്പർ ചടയമംഗലത്തെ മുൻ MLA ഡോക്ടർ ലതാദേവിയുടെ വിയോജന കുറിപ്പോടുകൂടി CPM അവിടെ വീറ്റോ പ്രയോഗിച്ചു. ബാക്കി CPI-ക്കാരോ? ബാക്കി CPI-ക്കാരല്ല കാര്യമില്ല. ഞാൻ പറഞ്ഞത് CPI-യുടെ അത് പറയൂ ഷഫീർ. CPI-യിൽ തന്നെ ഭിന്നതയില്ലേ? കോൺഗ്രസ് ഭിന്നിച്ചത് എവിടെയാണ്? ഞാൻ പറയാം, എവിടെയാണ് സിൻഡിക്കേറ്റ് യോഗത്തിൽ കോൺഗ്രസ് ഭിന്നിച്ചത് എവിടെയാണ്? ഞങ്ങൾക്കൊരു ഭിന്നതയില്ല, പരിമിതി ഉണ്ട് സിൻഡിക്കേറ്റ് വിഷയത്തിലെന്ന് എല്ലാ നിങ്ങളും ഐകകണ്ഠേന അംഗീകരിച്ചു. ഞാൻ ചോദിക്കട്ടെ, അഫിലിയേഷന്റെ രേഖ പോലും കൃത്യമായിട്ടില്ലാത്ത ഒരു കുക്കറി ഷോ പ്രിൻസിപ്പൽ ഒരു കേരളത്തിലെ പ്രബുദ്ധനായ ഒരു മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട്, ഒരു പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് AKG സെന്ററിൽ പോയിരുന്നിട്ട് ഞാൻ രാജിവെക്കില്ല എന്ന് പറയുന്ന ധാർഷ്ട്യത്തെ അജിംഷാദ് എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? ഞാനൊരു കാര്യം പറയാം, AKG സെന്ററിനകത്ത് വിളിച്ചു വരുത്തി ഡോക്ടർ നാരായണൻ നായർ ഉൾപ്പെടെയുള്ള ട്രസ്റ്റ് അംഗങ്ങളെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്തപ്പോൾ രാജിയുടെ പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോടിയേരി സഖാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്ന ധാർഷ്ട്യം ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കാൻ പറ്റുമോ? ഞാനിപ്പോഴും പറയാം, സിൻഡിക്കേറ്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഇന്നലെ അവിടെ നടന്നത് വീറ്റോ പവർ ഉപയോഗിക്കുകയായിരുന്നു. വിദ്യാർത്ഥികളെ വഞ്ചിക്കാൻ സിൻഡിക്കേറ്റ് അവിടെ നിന്നു. ലക്ഷ്മി നായർക്ക് അനുകൂലമായ സമീപനമെടുത്തു. അരിയാഹാരം കഴിക്കുന്നവർക്ക് ആർക്കും ഇത് അംഗീകരിച്ചു തരാൻ പറ്റുന്ന കാര്യമില്ല. വളരെ ക്രിയാത്മകമായ നിലപാടുകൾ അടിയന്തരമായി എടുക്കേണ്ടത്, ഒരു സമരത്തോട് എങ്ങനെ ക്രിയാത്മകമായി പ്രതികരിക്കാം എന്നതിൻ്റെ ഉദാഹരണങ്ങളായി സർക്കാർ നിരത്തിയ കാര്യങ്ങൾ, സിൻഡിക്കേറ്റ് മുമ്പോട്ട് വെച്ച കാര്യങ്ങൾ, ഇതിനെയൊക്കെ ചില ദുർബലമായ വാദങ്ങളിലാണ് പ്രതിരോധിക്കുന്നത്. ഒരു പക്ഷേ അതിന് ചില കോണുകളിൽ നിന്ന് കയ്യടിയും ലഭിക്കാം. അതിൻ്റെ ഒരു അനുരണനം തന്നെയാണ് ഷഫീറും പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലൊരു ദുർബലത അതിലുണ്ടോ? കീറി മുറിച്ച് നമുക്ക് സംവദിക്കാം. ഷഫീർ ഉൾപ്പെടെയുള്ള ആളുകൾ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മാധ്യമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരുന്ന വാദത്തിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അതായത് ഈ സിൻഡിക്കേറ്റ് തയ്യാറാക്കിയിട്ടുള്ള, ഉപസമിതി തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർവകലാശാലയ്ക്ക് കീഴിലെ ലോ അക്കാഡമിയിൽ നടക്കുന്ന ദുർഭരണത്തെക്കുറിച്ച്, പ്രിൻസിപ്പലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദുർഭരണത്തെക്കുറിച്ചുള്ള കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പരാതി പരിശോധിച്ചു. മാർക്ക് ഇൻറ്റേർണൽ അസസ്മെൻറ്റിൻ്റെ പേരിൽ നടക്കുന്ന ക്രമക്കേടുകളെ സംബന്ധിച്ച് പരിശോധിച്ചു. അത് ചൂണ്ടിക്കാട്ടി. ഇൻറ്റേർണൽ മാർക്കുകൾ അനാവശ്യമായി കൊടുക്കുന്നത്, മാർക്ക് ദാനം ചെയ്യുന്നു എന്നുള്ള വിഷയം തെളിവ് സഹിതം പുറത്തു വന്നു. അർഹരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ മാർക്ക് വെട്ടിക്കുറയ്ക്കുന്ന വിഷയം മുന്നോട്ട് വന്നു. നിരവധി വിദ്യാർത്ഥികൾ ഇതിൻ്റെ പീഡനം അനുഭവിച്ചവരാണ് എന്ന പരാതി തെളിവുകളോടുകൂടി സിൻഡിക്കേറ്റിന് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് ചൂണ്ടിക്കാട്ടിയത് 5 വർഷത്തേക്ക് ലോ അക്കാഡമിയുടെ പ്രിൻസിപ്പലിനെ പരീക്ഷാ ഡ്യൂട്ടികളിൽ നിന്ന് ഡീബാർ ചെയ്യാനാണ്. ഒരു സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ, സർവകലാശാലയുമായി ബന്ധപ്പെട്ട പരീക്ഷാ കാര്യങ്ങളിൽ ഇടപെടുന്ന, ഇൻറ്റേർണൽ അസസ്മെൻറ്റിൻ്റെ മാർക്കുകൾ അത് സർവകലാശാലയ്ക്ക് ഫോർവേഡ് ചെയ്യേണ്ട, പരീക്ഷകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ അക്കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ട ഒരു പ്രിൻസിപ്പലിന് അതിന് യോഗ്യതയില്ലെന്നും 5 വർഷത്തേക്ക് ഡീബാർ ചെയ്യുന്നു എന്നും സർവകലാശാല സിൻഡിക്കേറ്റ് തീരുമാനിച്ചത് വളരെ ഗൗരവത്തോടെ, വളരെ സ്വീകാര്യതയോടെ കേരളീയ സമൂഹം കണ്ടതാണ്. ഷഫീറിന് അതിൽ വിയോജിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം പ്രധാനമായും ചൂണ്ടിക്കാട്ടി, ഇനി ലോ അക്കാഡമിയിൽ നടക്കുന്ന ഇന്റേണൽ അസസ്മെന്റിന്റെ പേരിലുള്ള പീഡനമാണ് പ്രധാനം. അപ്പോൾ ഇനി മേലിൽ ഇന്റേണൽ അസസ്മെന്റിന്റെ പേരിൽ ഒരു കുട്ടിയെയും ചൂഷണം ചെയ്യാൻ, പീഡിപ്പിക്കാൻ ആ കോളേജിലെ പ്രിൻസിപ്പലിനെന്നല്ല ഒരു അധ്യാപകനും കഴിയില്ല. കാരണം സർവകലാശാല സിൻഡിക്കേറ്റ് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയെ നിയോഗിച്ചു. പരീക്ഷാ കൺട്രോളറെ, പരീക്ഷയുടെ ചുമതല വഹിക്കുന്ന സിൻഡിക്കേറ്റ് മെമ്പറെ, പരീക്ഷാ വിഭാഗത്തെ ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ചുമതലക്കാരായി നിശ്ചയിച്ചു. ഇക്കാര്യത്തിലും ഷഫീറിന്റെ പാർട്ടിക്ക് വിയോജിപ്പുണ്ടാകും എന്ന് ഞാൻ തോന്നുന്നില്ല. ഇനി മൂന്നാമത്തെ കാര്യം, അവിടെ ഘടിപ്പിച്ച ക്യാമറകൾ അടിയന്തരമായി നീക്കം ചെയ്യണം എന്ന് സർവകലാശാല സിൻഡിക്കേറ്റ് നിർദ്ദേശിച്ചു. എന്ന് മാത്രമല്ല, ഈ ദുർഭരണം അവസാനിപ്പിക്കണം, ഉചിതമായ നടപടി സ്വീകരിക്കാൻ മാനേജ്മെന്റും സർക്കാരും തയ്യാറാകണം എന്ന അഭ്യർത്ഥന, നിർദ്ദേശം കൂടി സർവകലാശാല സിൻഡിക്കേറ്റ് കേരളീയ സമൂഹത്തിന് മുന്നിൽ സിൻഡിക്കേറ്റിൽ സമർപ്പിക്കുകയുണ്ടായി. ഉചിതമായ തീരുമാനം എന്നതാണ് പ്രശ്നം. അവിടെ കോൺഗ്രസ് പറയുന്നത് പോലെ പ്രിൻസിപ്പലിനെ പുറത്താക്കുക എന്നുകൂടി റിപ്പോർട്ടിൽ എഴുതി വെക്കണം എന്നാണ് പറയുന്നത്. ഷഫീറും അത് തന്നെയാണ് വാദിക്കുന്നത്. സർവകലാശാല സിൻഡിക്കേറ്റിലുള്ള അധികാരത്തിന് കൃത്യമായ നിർവചനമുണ്ട്, ആക്ടും സ്റ്റാറ്റ്യൂട്ടുമുണ്ട്. ആക്ടും സ്റ്റാറ്റ്യൂട്ടിനും അകത്തു നിന്നുകൊണ്ട് ഒരു സ്വകാര്യ കോളേജിലെ പ്രിൻസിപ്പലിനെ റിമൂവ് ചെയ്യാനുള്ള അധികാരം സർവകലാശാല സിൻഡിക്കേറ്റിനില്ല
ഇല്ലാത്ത അധികാരം സർവകലാശാല സിൻഡിക്കേറ്റ് എഴുതി വെക്കണം എന്നാണ് UDFന്റെ സിൻഡിക്കേറ്റ് മെമ്പർമാർ, ഞാൻ പറയട്ടെ, UDFന്റെ സിൻഡിക്കേറ്റ് മെമ്പർമാർ ആഗ്രഹിച്ചതും അത് പുറത്ത് ഷഫീറ ഞാൻ പറയട്ടെ വ്യാപകമായി പ്രചരിപ്പിച്ച അത് ഈ സർവകലാശാല സിൻഡിക്കേറ്റിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ സിൻഡിക്കേറ്റ് അംഗങ്ങളെ ബോധപൂർവം പൊതുസമൂഹത്തിൽ അവഹേളിക്കാനാണ്. പരമാർത്ഥമാണ്. സർവകലാശാല നിയമത്തിൽ ഒരു ക്ലോസ് ഇല്ല പ്രിൻസിപ്പലിനെ റിമൂവ് ചെയ്യാൻ. പ്രത്യേകിച്ച് സ്വകാര്യ കോളേജിലെ പ്രിൻസിപ്പലിന്റെ സേവന വേതന വ്യവസ്ഥകൾ, അവിടുത്തെ ശമ്പളം ഉൾപ്പെടെ നിശ്ചയിക്കുന്നത് അവരുടെ അതോറിറ്റി, അപ്പോയിന്റിംഗ് അതോറിറ്റി മാനേജ്മെന്റ് ആയതുകൊണ്ട് അതിനുള്ള അധികാരം സിൻഡിക്കേറ്റിനില്ല. വ്യക്തമാണ്. അല്ലാതെ സിൻഡിക്കേറ്റിന്റെ അങ്ങനെ അധികാരത്തെ മറികടന്ന് സ്വീകരിച്ചാൽ അത് കോടതിയിൽ പോയാൽ ഒറ്റ ചോദ്യം. സർവകലാശാലയിലെ CPM അനുഭാവികളായ CPM പ്രവർത്തകരായ സിൻഡിക്കേറ്റ് മെമ്പർമാർ ഇക്കാര്യത്തിൽ വൈമനസ്യം കാട്ടിയെന്നാണല്ലോ ആരോപണം. പ്രിൻസിപ്പലിനെ റിമൂവ് ചെയ്യാൻ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ക്ലോസ് ആക്ടിലോ സ്റ്റാറ്റ്യൂട്ടിലോ സർവകലാശാല നിയമങ്ങളിലോ ഉണ്ടോ? ഷഫീർ ഉത്തരം പറയേണ്ടതാണ്. ഞാൻ മറുപടി വരട്ടെ. ഷഫീർ മറുപടി പറ. ഈ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞിട്ട് പോരെ? വേഗം. അല്ല, ഞാൻ പറയാം. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ലക്ഷ്മി നായർ എന്ന് പറയുന്ന പ്രിൻസിപ്പലിനെ മാറ്റണം, അത് സിൻഡിക്കേറ്റ് ചെയ്യണം എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതിനെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനോട് പറയുന്നതിന് പുറമെ അഫിലിയേഷൻ റദ്ദ് ചെയ്യണം. ഗ്രാൻഡുകളും അത് സർവകലാശാലയുടെ ഗ്രാൻഡുകൾ, സർവകലാശാലയുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ നിന്നും അതിനെ വിടുതൽ കൊടുക്കണം. എന്നിട്ട് നിങ്ങളുടെ കോൺഗ്രസ് അംഗം എന്തേ അതിൽ നിന്ന് ഇതൊന്നും ചെയ്യാതെ അല്ല, എങ്ങനെ ഞാൻ ചോദിക്കട്ടെ, മുൻ MLA ചടയമംഗലത്തെ മുൻ MLA ഡോക്ടർ ലതാദേവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് എല്ലാ സോഷ്യൽ മീഡിയസിലും വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നു കടുത്ത വിദ്യാർത്ഥി വഞ്ചനയാണിത് എന്ന് ലതാദേവി CPI പറയുമ്പോ ഈ പിന്നെ എക്സാം പർപ്പസിൽ നിന്ന് മാറ്റി എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമൊന്നുമല്ല. കാരണം ഒരു വിദ്യാലയത്തിൽ മാറ്റിയ കാര്യമല്ല. കാരണം ഒരു വിദ്യാലയത്തിന്റെ എക്സാമിനെ സംബന്ധിച്ച് അതിന്റെ ചട്ടം പറയുന്നത് എങ്ങനെയാ? ഒരു വിദ്യാലയത്തിൽ എക്സാം നടക്കുമ്പോൾ ആ എക്സാമിന്റെ സൂപ്രണ്ടിങ് ഹെഡ് എന്ന് പറയുന്നത് പ്രിൻസിപ്പളാ. അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു അസോസിയേറ്റ് പ്രൊഫസറെ ഈ സിൻഡിക്കേറ്റ് ചുമതലപ്പെടുത്തിയാലും അതിന്റെ സൂപ്രണ്ടിങ് ഹെഡ് എന്ന് പറയുന്നത് പ്രിൻസിപ്പളാണ് എന്ന് വ്യവസ്ഥയുണ്ട്. ഡോക്ടർ ശാരദക്കുട്ടി എഴുത്തുകാരിയും പ്രൊഫസറുമായിട്ടുള്ള ശാരദക്കുട്ടി അത് വ്യക്തമായി ഇന്ന് പത്രസമ്മേളനത്തിൽ നിങ്ങളെ വെച്ചുകൊണ്ട് ശ്രീ ഫക്രുദ്ദീൻ, ഒരു പക്ഷേ ഇനി സാക്ഷാൽ ദാവൂദ് ഇബ്രാഹിമോ വീരപ്പനോ അല്ലെങ്കിൽ അത്തരം പേരാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നതെങ്കിലും മെറിറ്റ് അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു വിഷയത്തെ മുമ്പോട്ട് വിചാരണയായി കൊണ്ടുപോകാവൂ എന്ന വലിയ നിഷ്പക്ഷതയുടെ ജനാധിപത്യ സർഗാത്മകത നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ പരിമിതിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ആ കളത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളെ മുമ്പോട്ട് നീക്കാം. സിൻഡിക്കേറ്റ് ഇത്തരത്തിൽ ഒരു വലിയ തീരുമാനം കൈക്കൊണ്ടാൽ അത് കോടതിയിൽ ഒരു പക്ഷേ ചലഞ്ച് ചെയ്തേക്കാം. ഈ കാര്യങ്ങളൊക്കെ അവിടെ അസാധുവായി പോകാം. അതൊരു കാര്യം ശരിയാണ്. ഇത്തരം കേവലമായ സാങ്കേതികത്വങ്ങളിൽ തൂങ്ങിക്കൊണ്ട് കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോയാൽ വിദ്യാർത്ഥികൾ അനുഭവിച്ച പ്രശ്നങ്ങൾ എവിടെ പരിഹരിക്കപ്പെടും? അതിനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലില്ലേ? ഇത് ഉയരുന്ന ചോദ്യം എന്റേതല്ല. ഈ വിഷയത്തില് നമ്മളൊരു സമചിത്തതയോടുകൂടി വേണം കാര്യങ്ങൾ കാണാൻ. ഇതൊരു വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിക്കൊണ്ട് ഇടതുപക്ഷത്തെയും SFIയെയും നമ്മളെ റഹീമിനെ എല്ലാം തന്നെ മോശക്കാരായി ചിത്രീകരിക്കാനുള്ള സമയത്തിന്റെ ആദ്യ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഇവിടെയുള്ള സകല റിയാക്ഷണതകളും ഈ വിമോചന സമര കാലഘട്ടത്തിൽ എന്ന പോലെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് കേട്ടാ വിചാരിക്കും SFI പിന്നെ ലക്ഷ്മി നായർക്ക് അനുകൂലമായ നിലപാടെടുത്ത രീതിയിൽ ആദ്യം നമ്മൾ വിചാരിക്കും. ഇവിടെ കാലാകാലമായി അവിടെ വിവിധ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതും അതിന്റെ പുറത്ത് ലക്ഷ്മി നായരുടെ പ്രതികാര ബുദ്ധി കൊണ്ടോ അല്ലെങ്കിൽ നടപടികൾ കൊണ്ടോ പുറത്ത് പോകേണ്ടി വന്നൊക്കെ SFI നേതാക്കൾ പറയും, ഷിജുഖാന്റെ സുഹൃത്തുക്കളാണ്. ഇതെല്ലാം മാറ്റിയത് ഒരു ദിവസം കൊണ്ട് ഞങ്ങളാണ് ഇതിന്റെ എല്ലാം വക്താക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമ്പസ് പിടിച്ചടക്കാൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് ചില ഫാസിസ്റ്റ് ശക്തികൾ ശ്രമിക്കുമ്പോൾ അവർക്ക് ചൂട്ട് പിടിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലാകാലമായിട്ട്. ഈ മുരളീധരൻ എന്താ ഞാൻ ചോദിക്കട്ടെ, മനു ABP നേതാവ് എന്റെ സുഹൃത്താ, അവനവിടെ പോയിരുന്നാൽ എനിക്ക് മനസ്സിലാകാം, ഓ സത്യാഗ്രഹം കിടന്നാൽ എനിക്ക് മനസ്സിലാവും. ഈ മുരളീധരൻ അവിടെ എന്താണ് മലബാറിലുള്ള മുരളീധരൻ തിരുവനന്തപുരത്ത് 40-50 വയസ്സ് കഴിഞ്ഞ് അയാൾക്ക് ഇവിടെ നിന്ന് കിടക്കേണ്ട ആവശ്യം എന്താ? അതിന് വലിയ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് സെക്യുലർ രാഷ്ട്രീയത്തെ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും കൃഷ്ണൻ നായരും നാരായണൻ നായരും ലക്ഷ്മി നായരൊക്കെ തന്നെ ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ളവരാണ്. നമ്മുടെ ക്യാമ്പസുകൾക്ക് പൊതുവെ ഇടതുപക്ഷ സ്വഭാവമുണ്ട്. ആ ഇടതുപക്ഷ സ്വഭാവമുള്ള ക്യാമ്പസുകളെ JNU ആണെങ്കിലും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഹിമാചൽ യൂണിവേഴ്സിറ്റി ആണെങ്കിലും എങ്ങനെയും പിടിച്ചെടുക്കാന്നുള്ള ഫാസിസ്റ്റ് അജണ്ടയുണ്ട്.
ആ അജണ്ടയായിട്ട് അവർ മുന്നോട്ട് പോകും. അവർക്ക് ചൂട്ട് പിടിച്ചെടുക്കാൻ പറ്റും. അത് പിന്നെ കോൺഗ്രസ്സുകാർ വണ്ടേ ചെയ്യും. കണ്ണൂരാണെങ്കിൽ CPM-മാരെ കൊല്ലാൻ വേണ്ടി ചൂട്ട് പിടിച്ചെടുക്കും. എവിടെയെല്ലാം CPM-മാരെ RSS-കാർ ആക്രമിക്കോ ആ സമയത്തെല്ലാം തന്നെ ഇവർക്ക് തുല്യരാണ് എന്ന് പറഞ്ഞുകൊണ്ട് RSS-കാരെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാട് അവരെടുക്കും. അതിനൊക്കെ CPI-ക്കാർക്കും ചൂട് പിടിച്ചെടുക്കും. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഒന്നാമത് മനസ്സിലാക്കണം. ഇതിന് പിന്നിൽ ആ രീതിയിലുള്ള വളരെ ഇടതുപക്ഷ സ്വഭാവമുള്ള ക്യാമ്പസുകൾ പിടിച്ചെടുക്കുന്ന അജണ്ടയുണ്ട്. രണ്ടാമത്തെ കാര്യം, ലക്ഷ്മി നായരുടെ ഭാഗത്ത് ഇപ്പോൾ സിൻഡിക്കേറ്റ് ഉപസമിതി കണ്ടെത്തലുകളോട് ഞാൻ യോജിക്കുകയാണ്. ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട്. ആ വീഴ്ചകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നീക്കാൻ അധികാരമില്ല റഹീമിന്റെ സമിതിക്ക്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അവരെ നിർണായകം എവിടെയാണ് അവർക്ക് വീഴ്ച പറ്റിയത്, ആ വീഴ്ച പറ്റിയ അധികാരങ്ങളെല്ലാം തന്നെ എവിടെയൊക്കെ പറ്റിയോ അവിടെ നിന്നെല്ലാം അവരെ മാറ്റി നിർത്താനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇതിൽ കൂടുതൽ എന്താണ്? അപ്പോൾ എന്നിട്ട് പോലും അതുമായിട്ടൊന്നും ഒത്തുപോകാതെ അതൊരു പ്രശ്നമാക്കിക്കൊണ്ട് പിണറായി വിജയൻ ഒന്നും ചെയ്യുന്നില്ല, ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് ഇടതുപക്ഷക്കാർക്ക് രാഷ്ട്രീയ കൊലപാതകങ്ങൾ മറച്ചു വെക്കണം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് സത്യത്തിൽ ഇടതുപക്ഷക്കാർക്ക് രാഷ്ട്രീയ കൊലപാതകം മറച്ചു എന്താ കാര്യം? കണ്ണൂർ കോടിയേരി ബാലകൃഷ്ണൻ എന്നുള്ള കമ്മ്യൂണിസ്റ്റ് CPM-ന്റെ സമുന്നത പാർട്ടി സെക്രട്ടറി പ്രസംഗിക്കുന്ന വേദിയിലേക്ക് RSS ബോംബ് തന്നത്. സത്യത്തിൽ ആ ഒരു ഡിബേറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷത്ത് ഗുണകരമാണ്. അത് ഇവരുടെ അജണ്ടയാണ്. എന്നുവെച്ചാൽ ബാബുവിന്റെ പിന്നെ ഈ പറഞ്ഞ കത്തും പോക്കറ്റ് ഇട്ട് നടന്ന ഇവരുടെ അജണ്ടയാണ്. പ്രശ്നം ഉണ്ടാകുന്നത് കൃത്യമായ സമചിത്തതയോടുകൂടി ഉത്തരവാദിത്വ ബോധമുള്ള ലെഫ്റ്റായിട്ട് നടപടി എടുത്ത്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ലക്ഷ്മി നായർ എനിക്ക് ഞാൻ ആ കോളേജിൽ പഠിച്ചത്, ഞാൻ ഹിസ്റ്ററി പഠിക്കുന്ന ആളാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഈ പ്രശ്നം വന്ന അന്ന് തൊട്ട് നിങ്ങൾ ലക്ഷ്മി നായരെ ഫാക്ച്വലായിട്ട് നിങ്ങൾ വിമർശിച്ചോ? എനിക്ക് അവർ കുറച്ച് ആരംഗന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. എന്നെ കാണുമ്പോൾ ചിരിക്കെങ്കിലൊക്കെ പോലും അവിടെ ഓരോരുത്തർക്ക് ഓരോ നാച്ചുണ്ടോ, ഫക്കുദ്ദീന് നാച്ചുണ്ടോ, ലക്ഷ്മി നായർ നാച്ചുണ്ടോ. പക്ഷെ വന്ന അന്ന് തൊട്ട് അവരുടെ വസ്ത്രധാരണ രീതി, അവരുടെ സംസാര രീതി, അവരുടെ കുക്കറി ഷോ ചെയ്യുന്നത്, ഇതിനൊക്കെ ചൊല്ലിയ ഫേസ്ബുക്കിൽ ഓരോരുത്തന്മാരിട്ട് അലക്കുന്നത് എന്ത് ധാർമ്മികമായ മര്യാദകളോ? കേരളത്തിൽ ധൈര്യമുള്ള ആത്മാഭിമാനമുള്ള സ്ത്രീ ധൈര്യപൂർവ്വം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ തെറ്റുണ്ട് അത് ചൂണ്ടിക്കാണിക്കണം. അവരെ മൊത്തം വേറെ രീതിയിൽ ചിത്രീകരിക്കാനുള്ള സരിത നായരെ പോലെ, ലക്ഷ്മി നായരെ പോലെ ഈ തവണ വേറെ നായർ എന്ന് പറഞ്ഞ് ചിത്രീകരിക്കാനുള്ള ശ്രമം കേരളത്തിൽ സ്ത്രീകൾക്ക് സ്ത്രീത്വത്തിന് വരെയുള്ള അപമാനമാണ്. ഇങ്ങനെയാണോ നിങ്ങൾ കേരളത്തിലെ സ്ത്രീകളെ കാണുന്നത്? ഇങ്ങനെയാണ് തന്റെ ഉള്ള സ്ത്രീയെ നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്? അവർക്ക് പ്രശ്നമുണ്ട്, നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുക. അത് ഞങ്ങൾ കൂടെ നിൽക്കുന്നു. അത് ഉപസമിതി ഒന്നും മിണ്ടാതെ ആ സംഭവം നീ അല്ലല്ല, എന്തായാലും ഞാൻ ഈ സമൂഹത്തിലുള്ളതല്ല. എനിക്ക് അങ്ങനെ ഒരു കെട്ടിപ്പോക്കി ഇമേജ് വേണ്ട. എനിക്ക് നിന്റെ നേതാവിനെ പോലെ കെട്ടിപ്പോക്കി ഞാൻ വേണ്ട. നീ എനിക്ക് ഇമേജ് ഉണ്ടായിട്ടില്ല. വ്യക്തിത്വമുള്ള സ്ത്രീയാണ്, അത് അംഗീകരിച്ചുകൊണ്ടല്ല. അല്ല, എനിക്ക് നിന്റെ നേതാവിനെ പോലെ വ്യക്തി അങ്ങനെയുള്ള കെട്ടിപ്പോക്കി ഇമേജ് വേണ്ട. സത്യം സത്യമാകുന്നുണ്ട്. ഭക്തി നിന്റെ ഇമേജ് വേണ്ട. ഭക്തിയെ സംബന്ധിച്ച് ഭക്തി നിലവാരമുണ്ട്. നിന്റെ നേതാവിന് പറഞ്ഞു ഞാൻ നീയാണ് നിനക്ക് ഭാഷ പറയാനറിയില്ല, നിനക്കൊന്നും വസ്തുനിഷ്ഠമായി പറയാനറിയില്ല. അതല്ല നീ ചെയ്യുന്നത്. ഇവിടെ കണ്ടൂർ പോയി ഞാനാരുവാ ഇവിടെ കോൺഗ്രസ് നീ ആരാ ഒരു ഉടായ്പ ഊച്ചാണ് നീ ഭാഷ പോയി നീ വന്നപ്പോ ഞാനാരുവാ. തീർച്ചയായും നമുക്ക് ശ്രീ റജി ലൂക്കോസിലേക്ക് പോകാം. സഭ്യമായ പ്രതികരണം എന്നതിനപ്പുറത്തേക്ക് കിടക്കുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ തീർച്ചയായും. ശ്രീ റജി ലൂക്കോസ്, അതായത് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും SFI അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വലിയ സമരമുണ്ടാക്കുകയും ചെയ്തു. നാട് ഭരിക്കുന്ന പാർട്ടി ഈ സംഭവത്തെ സംബന്ധിച്ച് അറിയാനായി വിളിച്ച് ചർച്ച ചെയ്തു, നാരായണൻ നായരെ അടക്കം. പക്ഷെ ഇത്രയും ഒക്കെ കാര്യങ്ങൾ നടന്നിട്ടും ഞാൻ രാജിവെക്കില്ല എന്ന നിലപാടിനെ സാധൂകരിക്കുന്ന, പ്രിൻസിപ്പളിന്റെ നിലപാടിനെ സാധൂകരിക്കുന്ന നിലപാട് തന്നെയാണ് മാനേജ്മെന്റ് ഒന്നടങ്കം ഇന്നും സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ ഈ ആരോപിക്കപ്പെടുന്ന മാടമ്പി സ്വഭാവം എന്ന് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നതിൻ്റെ അനുരണനമായി ഇപ്പോഴത്തെ നിലപാടിനെ കാണാമോ? ജനാധിപത്യത്തിൽ വിട്ടുവീഴ്ചയില്ലെങ്കിൽ എന്താണ്? ഒരുപക്ഷെ ആ രീതിയിലേക്ക് ചർച്ചയെ വികസിപ്പിക്കേണ്ട സമയമാണോ ഇത്, റജി ലൂക്കോസ്? അജിംഷാദ്, ഈ വിഷയം ഈ രീതിയിൽ കേരള സമൂഹത്തിലേക്ക് ആളിക്കത്തിച്ചത് എന്താ എന്നുള്ളതിൻ്റെ പിന്നാമ്പുറത്തെക്കുറിച്ചുകൂടെ നാം സംസാരിക്കണ്ടേ? കേരളത്തിലെ ജനത ഇന്ന് അസ്വസ്ഥമാണ്. എന്താ കാരണം? കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ അവരുടെ കുട്ടികൾക്ക് സുരക്ഷിതമായിട്ടുള്ള വിദ്യാഭ്യാസ അന്തരീക്ഷവും സുരക്ഷിതമായിട്ടുള്ള ഹോസ്റ്റലിലെ ജീവിതവും സുരക്ഷിതമായിട്ടുള്ളൊരു ഭാവിയാണ് കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ ചില മാധ്യമങ്ങൾ, അതായത് കേരളത്തിന് യോജിക്കാത്തത് അർഹതപ്പെടാത്ത രീതിയിലുള്ള കെട്ടുകഥകൾ പ്രചരിപ്പിക്കുകയും കേരളത്തിലെ ഏതോ ഒരു കോളേജിൽ നടന്ന വിഷയത്തെ മറ്റു ചില കോളേജിൽ നടക്കുന്ന ഗ്വാണ്ടനാമോ തടവറകളിലേക്കാൾ ഭീകരമായിട്ടുള്ള ഇടിമുറികളിൽ നടക്കുന്ന വിഷയങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ഒരു കോളേജിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന്റെ പിന്നിൽ കൃത്യമായ അജണ്ടയും രാഷ്ട്രീയമുണ്ട്. അത് ഫാസിസ്റ്റ് സംഘടനകളുടെയും ശക്തികളുടെയും കടന്നാക്രമണത്തിനാണ്. നിർഭാഗ്യവശാൽ കേരളത്തിലെ ചില രാഷ്ട്രീയ കക്ഷികളെ ചൂട്ടുപിടിക്കുന്നു. അത് കേരളം തിരിച്ചു
തിരിച്ചറിയുന്നു. എനിക്ക് ഒരു അവസരം തരണം. പിന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പാമ്പാടി നെഹ്റു കോളേജിൽ ഒരിക്കൽ പോലും കേരളീയ സമൂഹം പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മുറിയിൽ ഒരു കുട്ടിയെ തല്ലിക്കൊന്നു ആത്മഹത്യ ചെയ്താണെന്ന് അവർ വരുത്തി തീർത്താണ്. കോട്ടയം ജില്ലയിലെ മറ്റക്കര എന്ന് പറയുന്ന സ്ഥലത്തെ ടോംസ് കോളേജിൽ അതിന്റെ ഓണർ കം മാനേജിംഗ് ഡയറക്ടർ പാതിരാത്രികൾക്ക് സ്ഥിരമായിട്ട് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ കയറി ഇറങ്ങുന്നു. ഇത് പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് ആയിട്ടുണ്ട്. ഈ രണ്ട് അധാർമിക കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭീതിജനകമായ രണ്ട് വാർത്തകളെ തമസ്കരിച്ചുകൊണ്ട് 50 വർഷം പഴക്കമുള്ള കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളും ആദരണീയനായിട്ടുള്ള അഭിഭാഷകരെയും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കൃത്യമായ ഫീസ് വാങ്ങിച്ചുകൊണ്ട് 1 രൂപ പോലും ഡൊണേഷൻ വാങ്ങിക്കാതെ ആ കേരളത്തിന്റെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള സാരഥിക്കുന്ന ഒരു കോളേജിനെ തകർത്ത് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിച്ചു കൂട്ടുന്ന പേക്കൃത്തുകളിൽ കേരളത്തിലെ ജനങ്ങൾ അസ്വസ്ഥരാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു അജണ്ട വരുന്നുണ്ട്. ഇതിന് അനുകൂലമായിട്ട് ഇവർ നടത്തുന്ന ഈ സമര ആഭാസത്തിന് അനുകൂലമായിക്കൊണ്ട് ഒരു സോഷ്യൽ വിങ് ഒരു സംശയം ചോദിച്ചോട്ടെ. ലോ അക്കാദമിയുടെ പാരമ്പര്യത്തെ സംബന്ധിച്ചോ അതിന്റെ സേവന ധർമ്മങ്ങളെ സംബന്ധിച്ചോ ഒന്നും ആർക്കും രണ്ടഭിപ്രായമില്ല. നാരായണൻ നായർ സാർ അത് നടത്തിക്കൊണ്ടു പോകുന്ന ഘട്ടം വരെയും അത് കൃത്യമായി പോയിക്കൊണ്ടിരുന്നു എന്നത് തന്നെയാണ് അഭിപ്രായം. ഇപ്പോഴും ആ കോളേജിന്റെ യശസ്സുമായി ബന്ധപ്പെട്ട്, അതായത് അക്കാദമിയുടെ യശസ്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവുമില്ല. മറിച്ച് ലക്ഷ്മി നായർ എന്ന പ്രിൻസിപ്പളിന്റെ ഇടപെടലുകൾ വിദ്യാർത്ഥിക്കുമേൽ അനധികൃതമായ നീക്കങ്ങളായി മാറുന്നു, അല്ലെങ്കിൽ അത്തരം ഒരു ടഫ് അല്ലെങ്കിൽ അത്തരം ക്രൂരമായ പെരുമാറ്റം പ്രിൻസിപ്പളിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു, അവരുടെ നയനിലപാടുകളിൽ ഉണ്ടാകുന്നു. ഇതാണ് പരിഭവമായി മുമ്പോട്ടെത്തുന്നത്. അതിനെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു വശവുമായി കൂട്ടിച്ചേർത്താൽ അവിടെ സംഭവിക്കുന്ന അതേ അനീതി തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് എന്ന് പറയേണ്ടി വരില്ലേ? ഒരിക്കലും അങ്ങനെ വരത്തില്ല. കാരണം ഞാനത് വിശദീകരിക്കാനുള്ള സമയം എനിക്ക് തരണം. ഇത് കേരളം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കാരണം 2009 ഈ ലക്ഷ്മി നായർ ഈ കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിട്ടിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഷഫീർ പറഞ്ഞ വസ്തുതാപരമായിട്ടുള്ള ഒരു പച്ചക്കള്ള എനിക്ക് ഇവിടെ തുറന്നു പറയേണ്ടതുണ്ട്. 1968 കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് ഈ കോളേജിന് അഫിലിയേഷൻ കൊടുത്തിട്ടുള്ളതാണ്. അത് കൂടാതെ തന്നെ എന്താണ് വിൻസെന്റ് പാനിക്കുള വേഴ്സസ് കേരള യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന കേസിൽ 1982 കേരള ഹൈക്കോടതി സ്ഥിരമായിട്ട് ഈ കോളേജിനെ അഫിലിയേഷൻ അംഗീകരിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് ആ കോളേജ് അഫിലിയേഷൻ ഇല്ല എന്നുള്ളത് പച്ചക്കള്ളമാണ്. അതൊക്കെ ഇവർ ആ കോളേജിനെതിരെ ഇറക്കിയിരിക്കുന്ന എന്താ പറയുക കള്ള വാർത്തകളാണ്. ഇനി ചോദ്യത്തിന് മറുപടിയിലേക്ക് വരാം. അതായത് ലക്ഷ്മി നായർ 2009 കോളേജിന്റെ പ്രിൻസിപ്പളായി ചാർജ് എടുത്തിട്ട് ഇന്ന് 2017 ദാറ്റ് മീൻസ് 8 വർഷക്കാലത്തോളം ആകുന്നു അവർ ആ കോളേജിന്റെ പ്രിൻസിപ്പളായിട്ട്. അവരൊരു കുക്കറി ഷോ എന്ന് പറയുന്നവർ ആക്ഷേപിക്കുന്ന ആ ഷോ കൈരളി ചാനലിൽ തന്നെ നടത്താൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 1 ദശകത്തിന് മുകളിലായി. കേരളത്തിന്റെ സാംസ്കാരിക കേരളത്തിന്റെ മുമ്പിലേക്ക് പുതിയ രുചിക്കൂട്ടങ്ങളും അറിവുകളും ഈ രാജ്യത്തെ വിദേശ രാജ്യങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച അത്യുന്നതമായിട്ട് നമ്മൾ ആദരിക്കേണ്ട സ്ത്രീ തന്നെയാണ് അവരെ കുറിച്ച് വക്രതീൻ ഇവിടെ അലമുറയോട്ട് സംസാരിച്ചതിനോട് ഞാനും യോജിക്കുവാണ്. അങ്ങനെയുള്ള സ്ത്രീ സമൂഹത്തിനെ ഒന്നുമല്ല നമ്മൾ കേരളത്തിന്റെ എന്താ പറയുക വക്താക്കളായിട്ട് കാണുന്നത്. ഇപ്പോൾ ഞാൻ ഉന്നയിച്ച 2 കോളേജുകളിലെ വിഷയവും ഈ കോളേജിലെ വിഷയമായിട്ട് എന്ത് പൊരുത്തമാണുള്ളത് അജിംഷാദെ? തീർച്ചയായും രാഹുൽ ഈശ്വർ വല്ലാത്ത ഒരു പ്രതിസന്ധി ഒരു പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ, അതായത് ഒരറ്റത്ത് അക്കാദമിയെ പോലെ വളരെ സമഗ്രവും സമ്പന്നവുമായ പാരമ്പര്യമുള്ള മെറിറ്റുള്ള ഒരു സ്ഥാപനം ഒരറ്റത്ത് നിൽക്കുന്നു. മറുവശത്ത് ഒരു ധൈര്യത്തോടു കൂടി ഈ കാര്യങ്ങളെയൊക്കെ സംവദിക്കാൻ തയ്യാറുള്ള ഒരു സ്ത്രീയുടെ വ്യക്തിത്വം നിൽക്കുന്നു. പക്ഷേ ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ എന്ന വലിയ സമൂഹത്തിൻ്റെ ചോദ്യചിഹ്നങ്ങൾ, അവർക്ക് സ്വതന്ത്രമായി പഠിക്കാൻ അനുവദിക്കാത്ത ഒരു സംരംഭം, ഒരു കെട്ടുതടി ഇനി ഗാന്ധിജി നടത്തിയാൽ പോലും നമുക്ക് അംഗീകരിക്കാനാകില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ അത് നടത്തിയാലും നമുക്ക് അംഗീകരിക്കാനാകില്ല. ഇങ്ങനെ 3 ആംഗിളുകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പല വിധത്തിലുള്ള തെറ്റിദ്ധാരണയിലേക്കും അനാരോഗ്യ പ്രവണതകളിലേക്കും വഴിതിരിയാനും സാധ്യതകളുണ്ട്. എങ്ങനെയാണ് ഇതിനെ സമഗ്രമായി കാണാനാവുക രാഹുൽ? 3 കാര്യങ്ങൾ. ഒന്ന്, ഇതൊരു നിരീക്ഷകൻ മാത്രമല്ല, ഞാൻ ലോ അക്കാഡമിയിലെ ഒരു വിദ്യാർത്ഥിയാണ്. ഈവനിംഗ് ബാച്ചിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അവിടുത്തെ ആദ്യ ഇടതുപക്ഷ സംഘടനയുടെ സെക്രട്ടറി ആയി കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് എൻ്റെ അച്ഛൻ. ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരുപാട് കാലമായി അടുത്ത ബന്ധമുള്ളൊരു സ്ഥലമാണ് ലോ അക്കാഡമി. അവിടെ പലവിധ പരിപാടികൾക്ക് ഗസ്റ്റായിട്ടൊക്കെ പോയിട്ടുണ്ട്. ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലേതെങ്കിലും നല്ല സ്റ്റേച്ചർ ഉള്ളൊരു നേതാവ് ഒരു മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കണം. വിദ്യാർത്ഥികൾ പറയുന്ന പല കാര്യങ്ങളിലും ശരിയുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ മറുവശത്ത്
മറുവശത്ത് കോളേജിന്റെ പല മെറിറ്റുകളും കാണാതിരുന്നൂടാ. അതായത് ഫീസ് ഒരിക്കലും അന്യായമായ ഫീസ് മേടിക്കുന്നില്ല. എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിട്ടുണ്ട്. ടീച്ചറിനെ പോലെ എല്ലാവരെയും പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളിലും ഒട്ടും ശരിയല്ലാത്ത നിലപാടുകളിലേക്ക് പോകാത്തൊരു അവസ്ഥ മറുവശത്തുണ്ട്. ഇതിൽ സത്യസന്ധമായ ഒരു കാര്യം പറയാം. ഞാൻ ടീച്ചറിനോട് സംസാരിച്ചിരുന്നു, നാഗരാജൻ സാറിനോടും സംസാരിച്ചിരുന്നു. ഇതിലെ വിദ്യാർത്ഥിനികൾക്ക് പലപ്പോഴും സമര രംഗത്തടക്കമുള്ള വിദ്യാർത്ഥികൾക്കും ടീച്ചർ തിരിച്ചു വന്നാൽ അവർക്ക് മേൽ അമിത നടപടികൾ ഉണ്ടാകുമോ തുടങ്ങിയ പേടികളുണ്ട്. അവരോടൊക്കെ കഴിയുന്നത്ര സംസാരിക്കുന്നുണ്ട്. തീർച്ചയായും അങ്ങനെ ഉണ്ടാവില്ല, ഇത്തരത്തിലുള്ള ഒരു സമരമുണ്ട്, ആ സമരത്തിന് ദേശീയ ശ്രദ്ധ വരെ കൈവന്നിട്ടുണ്ട്. ഇവിടെ സത്യസന്ധമായി ചെയ്യേണ്ടത്, ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ സ്റ്റേച്ചർ ഉള്ളത് പണ്ടാണെങ്കിൽ കരുണാകരൻ സാർ ഉണ്ടായിരുന്നു ലീഡർ. ഇന്നാണെങ്കിൽ ശ്രീ പിണറായി വിജയൻ അടക്കമുള്ള ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ വ്യത്യസ്ത പാർട്ടികളെ വിളിച്ച് ഒരു മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കണം. ഈ കോളേജിനെ ഇല്ലായ്മ ചെയ്തിട്ട് നമുക്കൊന്നും നേടാനില്ല. ഈ കോളേജിന്റെ അഫിലിയേഷൻ നേരെ ചോദ്യങ്ങൾ ഉയർന്നാൽ സുപ്രീം കോടതിയിലെ പല ജഡ്ജിമാർക്ക് നേരെയാണ് ചോദ്യം ഉയരുന്നത്. ഈ കോളേജിനെ കരിവാരി തേക്കുന്നതിന് പകരം, ടീച്ചറിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിന് പകരം വിദ്യാർത്ഥികൾ ഉയർത്തിയ ചോദ്യങ്ങൾ പലതും വളരെ പ്രസക്തമാണ്. അതിന് പരിഹാരങ്ങൾ വേണം. അത്തരം പരിഹാരങ്ങൾ കണ്ടെത്താൻ നല്ല കൺസെൻസസ് വേണം. ഈ നാട് ശ്രദ്ധിക്കുന്ന മറ്റൊരു വിഷയം കൂടെ ഉണ്ട്. ഈ ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുന്നില്ലെങ്കിൽ ഓർക്കുക, പരിഹരിക്കാനും സമവായത്തിലേക്കും സമന്വയത്തിലും വരാനാവുന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് ഭാവിയിൽ നല്ല അഡ്വക്കേറ്റുമാരാകുക, നല്ല ജഡ്ജിമാരാകുക? അതുകൊണ്ട് വിദ്യാർത്ഥി സംഘടനയോട് പൂർണ്ണമായ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, മറുവശത്ത് ടീച്ചറെയോ നാഗരാജൻ സാറിനെയോ നാരായണൻ നായർ സാറിനെയോ പോലുള്ള ആൾക്കാരെ വിശ്വാസത്തിലെടുത്ത്, ഒരു പക്ഷേ നമ്മുടെ ഗവർണർ സദാശിവം സാറിന് പോലും താല്പര്യം കാണും. അദ്ദേഹം ഒരു വളരെ ആക്റ്റീവായ വ്യക്തിയാണ്, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തിയാണ്. ഏതെങ്കിലും വ്യക്തിയുടെ രീതിയിൽ ഒരു മധ്യസ്ഥ ശ്രമം വേണം. കോളേജിനെ അന്ധമായി കരിവാരി തേച്ചിട്ട് കോളേജിനെ ഇല്ലായ്മ ചെയ്തിട്ട് ഇവിടെ ആർക്കും ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ചില വ്യാജ വാർത്തകൾ ഈ കോളേജിനെതിരെ വരുന്നത് വിഷമകരമാണ്. ഈ കോളേജിന് മുമ്പ് മുതലേ അഫിലിയേഷൻ ഇല്ലെങ്കിൽ ഈ പഠിച്ചിറങ്ങിയ ഒരുപാട് തലമുറകളെ നമ്മൾ അപമാനിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ വിദ്യാർത്ഥികൾ, ഞാനൊരു ദിവസം രാത്രി ഇവിടെ പോയിരുന്നു കാണാൻ, എല്ലാ വിദ്യാർത്ഥികളോടും നേരിട്ട് സംസാരിച്ചു. അവരുടെ പല ആശങ്കകളും ശരിയാണ്. ഇത് ഒരു ശരിയും തെറ്റും തമ്മിലുള്ള ഒരു ഫൈറ്റ് അല്ല, കുറവ് ശരിയും കൂടുതൽ ശരിയും തമ്മിലുള്ള ഫൈറ്റാണ്. കോൺഗ്രസിലെ അടക്കം BJP-യിലെ അടക്കം നേതാക്കളെ നമ്മുടെ ഭരണകൂടത്തിനോ മുഖ്യമന്ത്രിക്കോ നേരിട്ട് വിളിച്ച് ഒരു സമവായ ചർച്ച മുൻകൈ എടുക്കാനുള്ള ഒരു അവസരമാണ് ഇത്. ഒരേ കുടുംബത്തിലെ രണ്ടു പേർ തമ്മിൽ യുദ്ധം ചെയ്യുകയാണ്. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെളിയിലുള്ള ആൾക്കാരല്ല. അതുകൊണ്ട് ഒരു സമവായത്തിനുള്ള സാധ്യത മീഡിയ തുറന്നിടണം. മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്ക് മാത്രമേ ഇപ്പോൾ തൽക്കാലം നമ്മുടെ നാട്ടിൽ അതിനൊരു പ്രതികളുമായും വ്യക്തിപരമായി ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്തു എന്നതിന്റെ ഭാഗം ആണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് എന്നതിന്റെ കൂടി ഒരു സംശയം ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെക്കുന്നു. അതായത് വിദ്യാർത്ഥികൾ ഒന്നടങ്കം ഈ രീതിയിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നു. അക്കാദമിയുടെ ഭാവി താങ്കൾ പറഞ്ഞതുപോലെ നിലനിർത്തേണ്ട കടമ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ലല്ലോ, പ്രിൻസിപ്പളിനും കൂടിയില്ലേ? ഈ ആവശ്യം അംഗീകരിച്ച് പ്രിൻസിപ്പൽ മാറി നിന്ന് ആ സമീപനങ്ങൾ മാറ്റി ഒരു തിരുത്തലിനുള്ള ശ്രമം അവിടെ നിന്നും ഉണ്ടായിക്കൂടെ? അല്ല, തീർച്ചയായും ചില കാര്യങ്ങൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ അവിടെ ശരിയല്ല എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നല്ല പറയുന്നത്. പക്ഷേ വിദ്യാർത്ഥികളോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടൊരു ഇൻഹിബിഷനാണ്. ഇതിന്റെ പിന്നിൽ ഒരു മനഃശാസ്ത്രപരമായ ആംഗിൾ കണ്ടുകൂടാ. ഞാൻ രാഷ്ട്രീയം ഒന്നും കാണുന്നില്ല. അതായത് വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും പേടിയുണ്ട്. ഈ സമരം കൂടെ കഴിഞ്ഞതിന് ശേഷം ടീച്ചറിന്റെ ഭാഗത്തും നടപടികൾ ഉണ്ടാകുമോ? ഞങ്ങളടക്കം ആരും പറഞ്ഞാലും വിദ്യാർത്ഥികൾ വിശ്വസിച്ചെന്ന് വരില്ല. കാര്യം അവർക്ക് ആ അഷ്വറൻസ് കിട്ടില്ല. പകരം ഇപ്പം ലക്ഷ്മി ടീച്ചർ കഴിഞ്ഞ 2 ദിവസമായിട്ട് കുറച്ചധികം ആൾക്കാരെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്, കുറേ അധികം ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, ചില കാര്യങ്ങളിൽ പോരായ്മകൾ പറ്റിയെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഈ വിഷയത്തെ വളർത്താതെ ഇത് നമ്മൾ ലോ അക്കാഡമിയെ ഇല്ലാതാക്കാൻ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ലോ അക്കാഡമിയുടെ നമ്മൾ ഇനിയും മാസങ്ങൾക്കുള്ളിൽ പരീക്ഷ വരികയാണ്, എത്രയോ സെമിസ്റ്റർ വെളിയിറങ്ങാറുണ്ട്. ആരെങ്കിലും ഇതിൽ സമവായത്തിന്റെ ഒരു ഭാഷ സംസാരിക്കണം. അത് സംസാരിച്ചാൽ കേൾക്കാനുള്ള സ്റ്റേച്ചർ നമ്മുടെ നാട്ടിൽ വളരെ കുറച്ചു പേർക്കേ ഉള്ളൂ. ആ സ്റ്റേച്ചറുള്ള ആരെങ്കിലും ഇതിൽ ഇടപെട്ട്, തീർച്ചയായും മന്ത്രിസഭാ തലത്തിലൊക്കെ ഇടപെടാനുള്ള പരിമിതികളാണ്, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈക്കോടതിയിലെ മുതിർന്ന ഒരു ജഡ്ജി ആണെങ്കിലും ഇതിന്റെ ഒരു മധ്യസ്ഥതയ്ക്ക് വന്നാൽ തെറ്റില്ല. ഈ വിഷയത്തിനൊരു അവസാനം വേണം. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണണം. അതോടൊപ്പം മാനേജ്മെന്റിനെയും ലക്ഷ്മി ടീച്ചറിനെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്ന ഒരു സമീപനം ശരിയാണെന്ന് വിദ്യാർത്ഥികൾ നല്ലൊരു ഭാഗത്തിന് അഭിപ്രായം കാണില്ല. ഈവനിംഗ് ബാച്ചിലെ ഒരുപാട് പേര് സംസാരിച്ചു, അവർക്ക് ഈ അഭിപ്രായമില്ല. പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ള ഡേ സ്കോളേഴ്സ് ആയ വിദ്യാർത്ഥികളുടെ മനസ്സിലുള്ള ഇൻഹിബിഷൻസും അപ്രിഹെൻഷൻസും കാണാതിരിക്കരുത്. അവർക്ക് മുമ്പുണ്ടായ ചില ദുരനുഭവങ്ങളും അവർ കേട്ടറിഞ്ഞ കുറേ അനുഭവങ്ങളും കുറച്ച് അതിശോക്തി കലർന്ന് കേട്ട അനുഭവങ്ങളും ഇനിയും തിരിച്ചു വന്ന് സമരം ചെയ്തുകൊണ്ട് ഞങ്ങൾക്കെതിരെ കൂടുതൽ
നടപടി ഉണ്ടാവുന്ന പേടിയും എല്ലാമാണ് ഇതിന്റെ ബേസിൽ നിൽക്കുന്നത്. അല്ലാതെ ലക്ഷ്മി ടീച്ചർ 3 ദിവസം കൊണ്ടൊരു വലിയ വില്ലത്തിയായി അവതരിച്ചൊന്നും അല്ലല്ലോ. എത്രയോ വർഷമായി ടീച്ചർ അവിടെ ഇരിക്കുന്നു, എത്രയോ തലമുറകൾ അവിടെ പഠിച്ചു പോയിരിക്കുന്നു. ഇതിൽ നമ്മൾ TV ചർച്ചകൾ തീർച്ചയായും വേണം. പക്ഷേ അതിനപ്പുറം ഏതെങ്കിലും ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് തീർച്ചയായും ഇടപെടാനുള്ള സ്പേസ് ഉള്ള സ്ഥലമാണ്. ഏതെങ്കിലും റിട്ടയർഡ് ജഡ്ജി ആകാം, KT തോമസ് സാറിനെ പോലുള്ള ആൾക്കാരാകാം, നമുക്ക് എത്രയോ അതുപോലെ പ്രഗത്ഭരുണ്ട്. ആരെങ്കിലും ഒരാളെ നിർത്തി ഒരു മധ്യസ്ഥ ശ്രമം വരികയും ഒരു സമവായത്തിൽ വരികയും ഇനിയും ടീച്ചർ കുറച്ചു കാലം മാറി നിന്നിട്ട് തിരിച്ചു വരുന്ന ഒരു നടപടിയാണെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താം. ഇതൊരു ഡിബേറ്റ് മോഡലിൽ പോകാതെ, സംവാദത്തിൽ പോകാതെ സമന്വയത്തിന്റെ പാതയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ ഇപ്പം കഴിയുന്നത് നമ്മുടെ CPM ഭരണകൂടത്തിനാണ്, പിണറായി സഖാവിനെ പോലുള്ള ആൾക്കാർക്കാണ്. അങ്ങനെ ആരെങ്കിലും അതിന് മുൻകൈ എടുക്കുമെന്നുള്ളതാണ് അക്കാഡമിയിലെ വിദ്യാർത്ഥി കൂടിയായ വിദ്യാർത്ഥികളോടൊപ്പം നിൽക്കുന്ന, എന്നാൽ ടീച്ചറിനെ മനസ്സിലാക്കുന്ന, നാഗരാജൻ സാറിനെ അറിയുന്ന, അക്കാഡമി എന്നും നന്നായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് വോയിസ് ഇല്ലാത്ത ആൾക്കാരുടെ അഭിപ്രായം അതാണ്. തീർച്ചയായും ശ്രീ ഷിജു ഖാൻ, അതായത് പ്രസക്തമായ ചോദ്യങ്ങൾ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നു എന്നത് എല്ലാവരും ശരിവെക്കുന്നു. പക്ഷേ തിരുത്തപ്പെടാനുള്ള ഒരു അവസരം എല്ലാ കോണുകളും നൽകണമെന്നൊരു ആവശ്യമാണ് രാഹുൽ ഈശ്വർ മുമ്പോട്ട് വെച്ചത്. അത്തരത്തിലൊരു ഔദാര്യം അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സമരത്തിന് ആവശ്യമില്ല എങ്കിൽ പോലും ഒരു പക്ഷേ ഇത്തരം പ്രസക്തമായ ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ആ തിരുത്തലിനുള്ള സ്പേസ് കൊടുക്കൽ കൂടി ജനാധിപത്യത്തിന്റെ ഭാഗമല്ലേ? അതിനുള്ള സാധ്യത എന്തുകൊണ്ട് ഉയർന്നു വരുന്നില്ല ഷിജു? പറയുകയുണ്ടായി, പ്രിൻസിപ്പലിനെ റിമൂവ് ചെയ്യാനുള്ള അധികാരം സിൻഡിക്കേറ്റിനില്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതേസമയം പ്രിൻസിപ്പൽ രാജിവെച്ച് മതിയാവും, പ്രിൻസിപ്പൽ തൽസ്ഥാനത്ത് നിന്ന് ഒഴിവായേ മതിയാവും. അതാണ് സർവകലാശാല ഗവൺമെന്റിനോടും അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ സമരം അവർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങളിൽ പലതും സർവകലാശാല സിൻഡിക്കേറ്റ് തന്നെ നടപ്പിലാക്കുന്ന സ്ഥിതിയുണ്ടായി. സുപ്രധാനമായൊരു മുദ്രാവാക്യം പ്രിൻസിപ്പൽ തൽസ്ഥാനം ഒഴിയുക എന്നതാണ്. ഇവിടെ സൂചിപ്പിച്ച പലരും, ഇപ്പോൾ ഒടുവിൽ രാഹുൽ ഈശ്വർ വരെയുള്ളവർ ഈ പ്രിൻസിപ്പലിൻ്റെ വീരസാഹസിക കഥകൾ ഇങ്ങനെ പറയുകയാണ്. ഇത് മനഃശാസ്ത്രപരമായി കുട്ടികൾക്ക് എന്തോ അവർ തിരിച്ചു വന്നാൽ ഭയമുണ്ട്. അങ്ങനെ ഇത് മനഃശാസ്ത്രപരമല്ല രാഹുൽ ഈശ്വറെ, ഇത് സാമൂഹ്യശാസ്ത്രപരമാണ്. ഒരു വിദ്യാർത്ഥി അടിമയായിട്ടാണോ ഒരു ക്യാമ്പസിൽ പഠിക്കേണ്ടത്? ഒരു വിദ്യാർത്ഥി മാനസികമായി ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാവുകയാണോ വേണ്ടത്? ഒരു വിദ്യാർത്ഥി ബിരിയാണി വിളമ്പാൻ പ്രിൻസിപ്പൽ നിർബന്ധിച്ച് കൊണ്ടുപോകുന്ന സ്ഥിതിയിലേക്ക് എത്തുകയാണോ വേണ്ടത്? ഒരു വിദ്യാർത്ഥി, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് ഒന്ന് യാത്ര ചെയ്താൽ അത് അനുവദിക്കാത്ത വിധം സദാചാര മോറൽ പോലീസിംഗ് ആയി മാറുകയാണോ ഒരു സ്ഥാപനത്തിൽ ഉണ്ടാകേണ്ടത്? ഇത്തരം കാഴ്ചപ്പാടുകളുടെ പ്രതിനിധിയായി ഒരാൾ എവിടെയായാലും ആ കസേരയിൽ തുടരാൻ പാടുള്ളതല്ല. അത് രാഹുൽ പറഞ്ഞതുപോലെ വളരെ സിംപ്ലിഫൈ ചെയ്ത് മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളല്ല, വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന വിദ്യാഭ്യാസ സിദ്ധാന്തങ്ങൾ, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച സാമൂഹ്യശാസ്ത്ര സിദ്ധാന്തങ്ങളെല്ലാം സ്വതന്ത്രമായി വിദ്യാർത്ഥികൾക്ക് സഞ്ചരിക്കാനും അവർക്ക് പഠിക്കാനുമുള്ള അവകാശം കൊടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ അവിടെ കിട്ടുന്നില്ല. ആ സ്ഥാപനത്തിന്റെ ഭൂതകാലം എത്ര മഹത്തരമാണെങ്കിലും വർത്തമാനകാലത്തിലെ ദുരന്തങ്ങൾ ചർച്ച ചെയ്തേ മതിയാകൂ എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. അത് ഒന്നാമത്തെ അക്കാഡമിക് കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള കാര്യം. രണ്ടാമത്, നേരത്തെ ഇവിടെ ഷഫീർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഇപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിൽ നിന്ന് ഇടതുപക്ഷ പ്രസ്ഥാനം SFI ഒക്കെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതാണ് കക്ഷി രാഷ്ട്രീയത്തിന്റെ കണ്ണുകളോടുകൂടി മാത്രം ഇത്തരം പ്രശ്നങ്ങളെ കാണുന്നതിന്റെ പ്രശ്നമാണത്. ഇന്നലെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി അവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇതൊരു വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ പ്രശ്നമാണ്. അവിടുത്തെ കുട്ടികളുടെ പരാതി അടിയന്തരമായി പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും ഒരു ക്യാമ്പസിലെ പ്രിൻസിപ്പൽ അടക്കമുള്ള പോസ്റ്റുകളിൽ ഇരിക്കുന്നവർ വിദ്യാർത്ഥികളുടെ, രക്ഷിതാക്കളുടെ എല്ലാ സ്വീകാര്യതയുമുള്ള ഒരാളായിരിക്കണം. നിർഭാഗ്യവശാൽ ലോ അക്കാഡമിയിലെ നിലവിലുള്ള പ്രിൻസിപ്പലിന് ആ സ്വീകാര്യതയില്ല. അതിനെ സംബന്ധിച്ച ഉചിതമായ തെളിവുകളാണ് സിൻഡിക്കേറ്റ് ചർച്ച ചെയ്തത്. സിൻഡിക്കേറ്റിന്റെ റിപ്പോർട്ട് അതാണ്. ദുർഭരണമാണ് നടക്കുന്നത്. ആ ദുർഭരണം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിച്ചേ മതിയാവൂ. അതാണ് ഒരു സ്ഥാപനത്തിന്റെ, നിങ്ങൾ പറയുന്ന ഭൂതകാലം മഹത്തരമാണെങ്കിൽ അത് തുടരാൻ അനിവാര്യമായിട്ടുള്ളത്. ഷഫീറെ, ചർച്ച അതിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ ഇങ്ങനെ പരിണമിച്ചിരിക്കുകയാണ്. ഒന്ന്, രാഹുൽ ഈശ്വർ പറഞ്ഞത്, അതായത് ഇങ്ങനെ പറയാം, ഒരു പാമ്പിനെ, വിഷപ്പാമ്പിനെ നാം അടിച്ചു കൊല്ലുന്നത് അതിന് മാറാനും ചിന്തിക്കാനുമുള്ള അവകാശമില്ലാത്തത് കൊണ്ടാണ്. മറിച്ച് മനുഷ്യനോട് അങ്ങനെയല്ല, കാരണം മനുഷ്യന് മാറാനും ചിന്തിക്കാനുമുള്ള അവസരം ഉണ്ട് എന്ന്. അത്തരത്തിൽ മാറാനും ചിന്തിക്കാനും തെറ്റ് മനസ്സിലാക്കി പുരോഗമിക്കാനുമുള്ള അവസരം നൽകലാണോ ഇവിടുത്തെ സമര ജനാധിപത്യം മുമ്പോട്ട് വെക്കുന്നത്? അതോ ഷിജു ഖാൻ മുമ്പോട്ട് വെച്ചതുപോലെ സിൻഡിക്കേറ്റ് ഷാർപ്പ് ഷൂട്ട് ചെയ്തതുപോലെ അത്തരത്തിലൊരു തീരുമാനത്തിലൂടെ പ്രിൻസിപ്പളിനെ മാറ്റുക എന്ന നിലപാടിൽ മാത്രം കാര്യങ്ങൾ എത്തിക്കുകയാണോ? ഈ രണ്ട് വൈരുദ്ധ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിനെ എങ്ങനെയാണ് കോൺഗ്രസ് അഡ്രസ് ചെയ്യുന്നത്? എനിക്ക് 4 മിനിറ്റ് സമയം തരണം, കാരണം 4 പേര് സംസാരിച്ചല്ലോ. പറ്റില്ല, 1 മിനിറ്റിൽ ശരി, ഞാൻ പറയാം.
ഇപ്പോൾ ഷിജു ഖാൻ പറഞ്ഞത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. ലക്ഷ്മി നായരുടെ കൊള്ളരുതായ്മകളെ ചാനലുകളിൽ വന്ന് ന്യായീകരിക്കുന്ന ആളുകളുടെ കേട്ട മുഖത്തേറ്റ അടിയാണ് പിന്നെ ഇടതുപക്ഷത്തിൻ്റെ SFIയുടെ സംസ്ഥാന തല നേതാവായ ശ്രീ ഷിജു ഖാൻ പറഞ്ഞത്. ആരെല്ലാം ലക്ഷ്മി നായരെ ന്യായീകരിക്കുന്നു അവരെല്ലാം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള ശബ്ദം ശ്രീ ഷിജു ഖാൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് പലർക്കുമുള്ള മറുപടിയാണ്. ഞാനതിലേക്ക് പോകുന്നില്ല. ഞങ്ങൾ എന്തുകൊണ്ടാണ് എതിർക്കുന്നതെന്നറിയോ? ലക്ഷ്മി നായർ മാറാതെ ഇനി അവർക്ക് ഒരു ചാൻസ് കൊടുക്കുന്ന പ്രശ്നമില്ല. ലക്ഷ്മി നായർ മാറാതെ കോൺഗ്രസ്, ഞങ്ങൾ KSU ആണ് സമരം തുടങ്ങിയത്. KSUവും ASFും MSFും ABVPയും കൂടെ സംയുക്തമായിട്ട് തുടങ്ങി. പിന്നെ SFI വന്ന് ചേർന്നു. ഞാൻ SFIയെ കുറ്റപ്പെടുത്തുന്നില്ല. ഈ ലക്ഷ്മി നായർ മാറാതെ ഒരു ഇഞ്ച് കോൺഗ്രസ് പാർട്ടി പുറകോട്ട് പോകില്ല. അത് ഞങ്ങളുടെ KPC പ്രസിഡന്റ് അവിടെ പോയി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ലക്ഷ്മി നായരെ എതിർക്കുന്നത്? രണ്ട് SFIയുടെ അനുഭാവികളായിട്ടുള്ള രണ്ട് ദളിത് കുട്ടികൾ അവരെ ഇന്റേണൽ തരില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് സ്വന്തം ഹോട്ടലിലേക്ക് കൊണ്ടുപോയി എച്ചിലെടുപ്പിക്കാൻ പോകുമ്പോൾ അതിനെതിരെ SC/ST കമ്മീഷൻ കേസെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ലക്ഷ്മി നായർ അംഗീകരിക്കാൻ പറ്റില്ല. സ്വന്തം മരുമകൾ അനുരാധ നായർ പറയുന്നവർക്ക് മാത്രം ഇന്റേണൽ കൊടുക്കുകയും സമുദായത്തിലെ ഏറ്റവും ഉന്നത കുലജാതകർക്ക് മാത്രം ഇന്റേണൽ കൊടുക്കുകയും ജാതിപരമായിട്ട് കോൺട്ര ചെയ്യുകയും ചെയ്യുന്ന സമീപനത്തിനെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ അവരെ ഇയർ ഔട്ട് ചെയ്യുകയും ചെയ്യുന്ന സമീപനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ലക്ഷ്മി നായരുടെ ഈ സമീപനത്തെ അംഗീകരിക്കുന്നില്ല. ഇവിടെ ഞങ്ങൾ ഗവൺമെന്റ് കുറ്റപ്പെടുന്ന കാര്യം എന്നറിയോ? മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. എന്നിട്ട് പറഞ്ഞു DYSP തലത്തിലുള്ള റാങ്കിലുള്ള ഒരാൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഇതുവരെയും DYSP തലത്തിലുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ പോലും ചെയ്തിട്ടില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന രേഖ എന്താണെന്നറിയോ? ഈ ലക്ഷ്മി നായരെ ന്യായീകരിക്കുന്നവർ അത് ആരായിരുന്നാലും എത്ര വലിയ ചിന്തകരായിരുന്നാലും അവർ രേഖ കാണണം. അതിനകത്ത് പറയുന്നു, ഇത് കേരളത്തിലെ 1955 സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ലോ അക്കാഡമിയുടെ ഭൂമി റിസർച്ച് ആവശ്യങ്ങൾക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ട്രസ്റ്റിൽ വകുപ്പിരിക്കവേ അത് ലംഘിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ബിൽഡർ ഗ്രൂപ്പായ ഹെദർ ഗ്രൂപ്പും ലക്ഷ്മി നായരും കൂടി ഭൂമി കച്ചവടം നടത്തിയ രേഖയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൽ സൈൻ ചെയ്തിരിക്കുന്ന ജോയിന്റ് വെഞ്ചർ അഗ്രിമെന്റ്, അതിലെ 15ാമത്തെ വകുപ്പ് എന്താണെന്നറിയോ? ദ ബിൽഡർ ഹെദർ ഗ്രൂപ്പ്, കേരളത്തിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റുകാരൻ, അയാൾക്ക് സെക്രട്ടറിയുടെ താഴെയുള്ള ഭൂമി, ട്രസ്റ്റിന്റെ ഭൂമി അവിടെ പതിച്ചു കൊടുക്കുകയും ദ ബിൽഡർ വിൽ ബി അറ്റ് ദ ലിബർട്ടി ടു സെൽ, ട്രാൻസ്ഫർ, മോർഗേജ് 55 ഓഫ് ദ പ്രിന്റ് ഏരിയ ഓഫ് ദി ലോ അക്കാഡമി ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 55% ലോ അക്കാഡമി ട്രസ്റ്റിന്റെ ഭൂമിയെ ഹെദർ ഗ്രൂപ്പിന് 8 നില കെട്ടിടം പണിതതിന് ശേഷം അത് 1956 രേഖയിലേക്ക് പോകും. അങ്ങനെ തർക്കിച്ചാൽ രേഖയിലേക്ക് പോകും. നോക്കൂ, ഇതിനകത്ത് 3/3/2009 ഇടതുപക്ഷത്തിന്റെ നഗരസഭ കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി കൊടുത്ത രേഖയാണിത്. 16/8/2013 രണ്ടാമത് 13 നില കെട്ടിടമായിട്ട് ഉയർത്താൻ വേണ്ടി കൊടുത്ത രേഖയാണ്. വേണമെങ്കിൽ അജിം ഷാദിനെ പരിശോധിക്കാം. ഞങ്ങൾ പറഞ്ഞത്രേ ഉള്ളൂ, ട്രസ്റ്റിന്റെ ഭൂമിയിൽ ഫ്ളാറ്റ് പണിത് 36 അപ്പാർട്ട്മെന്റുകളായി 1 കോടി രൂപയ്ക്ക്, അതിനകത്ത് പല ആളുകളുമുണ്ട്, 36 അപ്പാർട്ട്മെന്റിൽ വിറ്റു. ഇനി 12 എണ്ണം വിൽക്കാനുണ്ട്. ഇതിന്റെ പിന്നിൽ ഏകദേശം 50 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് ലക്ഷ്മി നായരുമായി ബന്ധപ്പെട്ടുണ്ട്. ഞാൻ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി കൊടുത്തു. 10 ദിവസമായി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചില്ല. ഞാൻ പരസ്യമായി പത്രസമ്മേളനം വിളിച്ച് രേഖകൾ പുറത്തുവിട്ടു. അങ്ങനെയാണ് ഇത് കേരളത്തിൽ ചർച്ച ചെയ്തത്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരു ട്രസ്റ്റിന്റെ ഭൂമിയെ ബിസിനസ് പർപ്പസിന് വേണ്ടി കൊമേഴ്സ്യൽ കോംപ്ലക്സ് കെട്ടി അത് മൂന്നാമത്തെ കക്ഷികൾക്ക്, പണമുള്ളവന്മാർക്ക് വിറ്റ ലക്ഷ്മി നായരെ പോലെ ഒരു ബിസിനസ് താല്പര്യമുള്ള കച്ചവടക്കാരിയെ അംഗീകരിച്ചു കൊണ്ടുപോകുന്ന പ്രശ്നം ഇല്ല. അതിനാരും ചൂട്ടുപിടിച്ചാലും അവരെ ഈ സമൂഹം പുച്ഛത്തോടു കൂടി മാത്രമേ കാണുള്ളൂ. അവർ എത്ര തന്നെ യൂണിവേഴ്സിറ്റികളിൽ ബിരുദമെടുത്തവരായിരുന്നാലും എത്ര ചിന്തകന്മാരായിരുന്നാലും ഞാൻ പറയുന്നു, നമുക്ക് വലിയ ഡിഗ്രി ഒന്നുമില്ല, പക്ഷേ ഞങ്ങൾ വിദ്യാർത്ഥികളോടൊപ്പം നിൽക്കാൻ പറ്റും. 1. 2, CPM ഉൾപ്പെടെയുള്ള ആളുകൾ ഭരണകക്ഷിയാണ്. ഉമ്മൻചാണ്ടി ഇതുവരെയും പറയട്ടെ, CPM ഞാൻ ആര് വന്നു ആര് വന്നില്ല എന്നൊരു തർക്കത്തിന് വേണ്ടി പറയല്ല. ഞാൻ പറയുന്നു, SC/ST കമ്മീഷന് വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടരണം. അഫിലിയേഷൻ ഇല്ല എന്ന് എല്ലാ പ്രമുഖ മാധ്യമങ്ങളും എഴുതിവിട്ടു. റജി ലൂക്കോസിന് എങ്ങനെയാണ് അഫിലിയേഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയത് 1984 അഫിലിയേഷനുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് വന്നപ്പോൾ രേഖകൾ അവിടെ കൊടുത്തെന്നും പിന്നീട് തിരിച്ചു കിട്ടിയില്ല എന്നാണ് ലോ അക്കാഡമി കൊടുക്കുന്ന വിശദീകരണം. നിങ്ങൾക്കറിയോ, ഈ ഭൂമി 68 പതിച്ചു കൊടുത്തത് 3 കൊല്ലത്തേക്കാ. 71 സഖാവ് MN ഗോവിന്ദൻ നായർ കൃഷിമന്ത്രി ആയിരിക്കുമ്പോഴാണ് 30 കൊല്ലത്തേക്ക് കൊടുക്കുന്നത്. 1984 ശ്രീ K കരുണാകരൻ അത് ദീർഘകാലമായിട്ട് തന്നെ പതിച്ചു കൊടുക്കുന്നു. സംഭവം ശരിയാണ്. പക്ഷേ 71 അവ പതിച്ചു കൊടുത്തതിന് ശേഷം ഈ ഭൂമിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ ഭൂമി തൊട്ടടുത്തുള്ള ഗവൺമെന്റ് PS നടരാജപിള്ള സാറിന്റെ മെമ്മോറിയലിന്റെ പേരിലുള്ള സർക്കാർ സ്കൂളിന്റെ 50 സെന്റ് സ്ഥലം കൂടി ഇവർ കയ്യേറി വെച്ചിരിക്കുകയാണ്. മാത്രമല്ല
ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനമില്ല. എം.എൻ. ഗോവിന്ദൻ നായർ, ശ്രീ ദേവസ്വക്കുട്ടി MLA, അന്നത്തെ കോൺഗ്രസ് നേതാവ് നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചപ്പോൾ പറഞ്ഞു ഗവർണർ ട്രസ്റ്റിൽ അംഗമായിരിക്കും, ഗവർണർ ട്രസ്റ്റിൽ അംഗമായിരിക്കും, വിദ്യാഭ്യാസ മന്ത്രി ട്രസ്റ്റിൽ അംഗമായിരിക്കും, മുഖ്യമന്ത്രി ട്രസ്റ്റിൽ അംഗമായിരിക്കും. ഇപ്പൊ അങ്ങനെ ഒരു ട്രസ്റ്റ് പോലും ഇല്ല. ഇപ്പൊ അങ്ങനെ ഒരു ട്രസ്റ്റ് പോലും നിലവിലില്ല. അങ്ങനെ പറഞ്ഞു പോകരുത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മനുഷ്യാവകാശ ലംഘനം നടന്നിട്ടുണ്ട്, അത് അന്വേഷിക്കേണ്ടതാണ്. തീർച്ചയായും ഫക്രുദ്ദീനിലേക്ക്. ഫക്രുദ്ദീൻ, അതാണ് കാര്യങ്ങൾ. ശരിയാണ്, അനാരോഗ്യപരമായ പല പ്രവണതകളുമുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ വിദ്യാർത്ഥികൾ അനുഭവിച്ച വലിയ പീഡനങ്ങളെ, വലിയ അസ്വസ്ഥതകളെ ഒന്നും പരിഷ്കൃത സമൂഹത്തിന് കാണാതെ മുമ്പോട്ട് പോകാനുമാകില്ല. ഈ രണ്ട് ചോദ്യമാണ് വൈരുദ്ധ്യങ്ങളായി ഏറ്റവും പുതിയതായി നിൽക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഒരു പക്ഷേ പീപ്പിൾ TV പുറത്തെത്തിച്ചതാണ് ഈ സ്വാശ്രയ കോളേജിലെ വലിയ ക്രൂരമായ പ്രവർത്തനങ്ങൾ, ജിഷ്ണു അടക്കമുള്ള പ്രശ്നങ്ങൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് പോലും സ്വാതന്ത്ര്യമില്ലാത്തവർ. ഇതൊക്കെ ചർച്ചയിൽ നിന്ന് അപ്രസക്തമായി. ഞാൻ ഒരു കാര്യം പറയാം. ഒന്ന്, ഇവനെ ഇതിൻ്റെ നടുവ് കയറി സംസാരിക്കില്ലെന്ന് ഉറപ്പ്. ഇയാൾ സംസാരിച്ച സമയത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല. ഞാൻ സംസാരിച്ചെന്ന 3 പോയിന്റ്. അതിൻ്റെ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാൻ ലക്ഷ്മി നായരെ ന്യായീകരിക്കുന്നു, വരുത്തി തീർക്കാനുള്ള ഇവരുടെ ആവശ്യമാണ്. അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നവരെ വരുത്തി തീർക്കുക എന്നുള്ളതും അങ്ങനെ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ളത് ഇവരുടെ പോളിസി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇയാൾ സൗണ്ട് ഉണ്ടായി. ഒരു കോൺഗ്രസ് അംഗമാണ് മങ്ങട്ടാന്നൊക്കെ പറഞ്ഞു നടക്കുന്നവന് ഇത് കേൾക്കുമ്പോൾ സന്തോഷം. ഇത് പുറത്ത് ഇംബാഷിലായിരുന്നു കേൾക്കുന്ന ആളുകൾക്ക് അറിയാം ഫക്രുദ്ദീൻ അലി എന്താണ്. ഫക്രുദ്ദീൻ അലി എന്നും നീതിയുക്തമായി സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സപ്പോർട്ട് ഇല്ലാതെ ഇവിടെ വന്നിരിക്കുന്നതും ഇപ്പം സംവദിക്കുന്നതുകൊണ്ട് സംവദിക്കാൻ അലമ്പാൻ വരുന്നതുകൊണ്ട് ഒന്നാം തരമായി അലമ്പേജ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. ഈ ലക്ഷ്മി നായരെ ഈ ഫേസ്ബുക്കിലും ഞാൻ ഒരാളും പേര് വന്നിട്ടില്ല, ഫേസ്ബുക്കിലും അതുപോലെ ട്വിറ്ററിലും എല്ലാം ഭയങ്കര മോശമായി ചിത്രീകരിക്കുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തെ അങ്ങേയറ്റം വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിക്കുന്ന ഈ ഞരമ്പ് രോഗിയുടെ സ്വഭാവമുണ്ട്. അത് ശരിയല്ല, കേരള സമൂഹത്തിന് യോജിച്ചതല്ല. അവരെ പോലെ ഇന്നാണല്ലോ അവരുടെ ഭാഗത്ത് തെറ്റുകളുണ്ടാവും, എല്ലാ സ്ത്രീകളുടെ ഭാഗത്ത് തെറ്റുണ്ടാവും. നളിനി ജമീലയ്ക്ക് പോലും അവരുടെ അവകാശങ്ങളുണ്ട്, അവരുടെ വ്യക്തിത്വമുണ്ട്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് നമുക്ക് അവരെ പറ്റി സംസാരിക്കാൻ പറ്റും. അപ്പോഴാണ് ലക്ഷ്മി നായരെ പോലെ ഇത്തരം സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീക്കെതിരെ സരിതാ നായരെ പോലെ ചിത്രീകരിക്കാനുള്ള ശ്രമം ചില ആളുകൾ നടത്തിയത്. ആരായാലും അത് തെറ്റാണ്, കേരളം അങ്ങനെ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ എൻ്റെ ആർഗ്യുമെന്റ് ഇതായിരുന്നു, ഞാൻ ഇത് ഇവരെ പോലെ എന്തെങ്കിലും പറയാൻ എനിക്ക് പറ്റില്ല. സിൻഡിക്കേറ്റ് ഉപസമിതി, ഇന്നലെ റഹീം അധ്യക്ഷ മെമ്പറായിട്ടുള്ള ഉപസമിതി റിപ്പോർട്ട്, ആ ഉപസമിതി റിപ്പോർട്ട് പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്ന് പറഞ്ഞത്. അവിടെയാണ് രാഹുൽ വന്ന വിദ്യാർത്ഥികൾ ചില ഗ്രീവൻസസ് ഉണ്ട്, പിന്നെ ലക്ഷ്മി നായരുടെ സ്വഭാവത്തിൽ ഒരു ആരംഗൻസ് ഉണ്ട്. ഞാനതൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു ആരംഗൻസ് അത് പ്രശ്നമാണ്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതേസമയം തന്നെ കേരളത്തിലെ ക്യാമ്പസുകൾ പിടിച്ചെടുക്കാൻ ഒരു ഫാസിസ്റ്റ് അജണ്ടയുണ്ട്. അതിനോടുള്ള കരുതലും കൂടി കാണിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിൽക്കുന്ന കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് സത്യസന്ധമായ നിലപാടാണ് ഞാൻ എടുത്തത്. അതിനെ ഈ രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഇവർക്ക് എന്തൊക്കെ മറച്ചു വെക്കാനുള്ളതുകൊണ്ടും ഇവർക്ക് എന്താ വേറെന്താ അജണ്ട ഉള്ളതുകൊണ്ടാണ്. ഞാൻ വേറെന്താ പറഞ്ഞത്? അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് വ്യക്തിയല്ല പ്രധാനം, ആ സിസ്റ്റത്തിനുള്ളിലുള്ള പ്രശ്നമാണ്. ആ സിസ്റ്റത്തിനുള്ളിൽ അവർ ഒരു ക്യാൻസർ ആണെങ്കിൽ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഇപ്പൊ പിന്നെ സിൻഡിക്കേറ്റ് ഉപസമിതി റിപ്പോർട്ടുണ്ട്, ബാക്കി ഗവൺമെന്റിന് എന്താ ചെയ്യാൻ പറ്റും, ആ രീതിയിലാണ് പരിഹരിക്കേണ്ടത്. അതല്ലാതെ ആയുധമെടുത്തും ക്യാമ്പസ് അടിച്ചു പൊളിച്ചിട്ടൊന്നും സമരം നടത്തിയിട്ടൊന്നും അത് മാറ്റാൻ പറ്റില്ല. അങ്ങനെ SFI മാറ്റണമെന്ന് പലരും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ SFI അക്രമാസക്തമാകുന്നു എന്ന് സുധീരനെ കൊണ്ട് തന്നെ പ്രസ്താവന നടത്തി SFI അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പ്രസ്താവന നടത്തിക്കേണ്ടിയിരുന്നു. അതിന്റെ SFI കിട്ടാത്തതുകൊണ്ടാണ് SFIന്റെ പുറത്ത് കുതിരയാകാൻ കൂടി ശ്രമിക്കുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങനെയാണോ? അത്രയേറെ പരിമിതിയും ശ്വാസം മുട്ടും ഈ പ്രശ്നം മാത്രം പരിഹരിക്കാൻ എന്തേ ഇങ്ങനെ എന്ന് ആർക്കെങ്കിലും കേൾക്കുന്നവർക്കോ കാണുന്നവർക്കോ തോന്നിയാൽ തെറ്റുണ്ടോ? രാഹുൽ ഈശ്വർ, ഈ വിഷയത്തിനൊരു രാഷ്ട്രീയമുണ്ട്. അതെനിക്ക് നന്നായി അറിയാം, ഇതിരിക്കുന്ന ആൾക്കാർക്കും അറിയാം, അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ മറുവശത്തെ ഒരു കാര്യമാണ്, ശ്രീ ഷഫീർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതാണ്. SFIയിലെ സുഹൃത്ത് പറഞ്ഞ കാര്യങ്ങൾ പ്രസക്തമാണ്. ഇതൊന്നും അല്ലെന്നല്ല, ഞങ്ങളെല്ലാം വിദ്യാർത്ഥികൾക്കൊപ്പമാണ്, വിദ്യാർത്ഥി വിരുദ്ധരല്ല. പക്ഷെ അവിടെയുള്ള ഏക അഭ്യർത്ഥന, ഇന്ന് ഷഫീറിനോട് എനിക്കുള്ള അഭ്യർത്ഥന, ഇന്ന് ലീഡർ കരുണാകരൻ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം എടുക്കുന്ന സമീപനം എന്തായിരിക്കും എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. കുറെ കൂടി ഒരു സമവായത്തിന്റെ പാതയിലൂടെ കാര്യങ്ങൾ നന്നായി പോകണമെന്ന ചിന്തയിൽ, ഏതെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പരിഹരിക്കണമെന്നുള്ള ചിന്തയിൽ പോകണം എന്ന് ലീഡർ പണ്ട് തീരുമാനിക്കുമായിരുന്നു എന്ന് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിഷയത്തിനൊരു ക്ലോസ്റ്റർ വേണം, ഈ വിഷയത്തിനൊരു അവസാനം വരെ ഇതൊരു പെർപ്പച്വൽ സമരത്തിലേക്ക് പോകരുത്. അവിടെയുള്ള വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ വളരെ സിൻസിയർ ആയിട്ടാണ്, അവരുടെ ഗ്രീവിയൻസ് ജെനുവിൻ ആണ്. അത് അവിടുത്തെ പെൺകുട്ടികൾക്ക് ജെനുവിനായ ഇൻഹിബിഷൻസ് ഉണ്ട്. ഇതെല്ലാം സത്യമാണ്. അവിടെ കേട്ട പല കാര്യങ്ങളും എന്താ പറയുക പരിഹരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്, ഇല്ലാന്നല്ല. പക്ഷെ നമ്മുടെ സമീപനം
കുറെ കൂടെ യോജിപ്പുള്ള, കുറെ കൂടെ ഇൻക്ലൂസീവായ ഒരു സമീപനം, ആ സമീപനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ ഭാവിയിൽ ഈ കിട്ടുന്ന പിന്തുണയെല്ലാം പൊതുസമൂഹത്തിൽ നിന്ന് കുറയും. കാര്യം പൊതുസമൂഹം ആദ്യം തന്നെ വിദ്യാർത്ഥികളോട് അനുകൂലമായിട്ടാണ് നിന്നിരുന്നത്. പക്ഷേ കോടതിയിലടക്കം, മഞ്ചൂർ കോടതിയിലടക്കം പലർക്കും ഒരു കാരണവശാലും ഇത് അമിതമായി പോകരുത്, വിദ്യാർത്ഥികളുടെ പക്ഷത്താണ്, ആരുമല്ല എന്നല്ല, പക്ഷേ ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഒരു കൺസെൻസസ് ബിൽഡറായി നിന്നുകൊണ്ട് കോൺഗ്രസിലെയും BJP-യിലെയും അടക്കം മുതിർന്ന നേതാക്കളെ തന്നെ വിളിച്ചുകൊണ്ട് ഒരു കൺസെൻസസ് ബിൽഡറായി പരാതി പരിഹാര സെല്ലുകളിൽ, കുറെ കൂടെ നല്ല സൂപ്പർവിഷനുകളിൽ എല്ലാ കാര്യത്തിനും ഒരു വില്ലത്തിയായി ഒരു വ്യക്തിയെ, സ്ത്രീയെ, അത് മോശമായി പലരും സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ട്, അത് മറ്റൊരു വശം. പക്ഷേ അത് പറയുന്നതിനപ്പുറം അവിടുത്തെ വിഷയങ്ങൾ പരിഹരിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ വരികയും സമവായ ചർച്ചകളുടെ ഭാഗമായി ടീച്ചറിന്റെ ഭാഗത്ത് നിന്ന് എന്ത് വിട്ടുവീഴ്ച, എനിക്ക് തോന്നുന്നു ടീച്ചർ വളരെ റീസണബിൾ ആണ് ഇത്തരം കാര്യങ്ങളിലാണ് തോന്നുന്നത്, സംസാരിച്ചതെന്ന് എനിക്ക് കിട്ടിയ ഫീലാ. അത്തരം കാര്യങ്ങളിൽ ഒരു കൺസെൻസസിന്റെ സ്വരം നമ്മുടെ ഭാഗത്ത് നിന്ന് വരണം. നമ്മുടെ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെയും മാനേജ്മെന്റിന്റെയും മീഡിയകളുടെയും ഒരുപക്ഷെ നമ്മുടെ സ്റ്റേറ്റിന്റെയും ഭാഗത്ത് നിന്ന് വരണം. ആ കൺസെൻസസിന്റെ അതാണ് ഷഫീർ, അതായത് വെണ്ണയിൽ കുടുങ്ങിയ നൂല് എങ്ങനെയാണോ വലിച്ചൂരുന്നത് ആ സൂക്ഷ്മതയിൽ വലിച്ചൂരേണ്ട ഒന്നാണ് ഇതെന്നാണ്. മറിച്ച് ലക്ഷ്മി നായർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ചെയ്തികൾ വിദ്യാർത്ഥികൾ ആക്ഷേപം ഉന്നയിക്കുന്നതിനെ സംബന്ധിച്ച് ഒന്നും ആർക്കും രണ്ടഭിപ്രായമില്ല. പാമ്പാടി നെഹ്റു കോളേജിൽ ഒരു വിദ്യാർത്ഥി സ്വാതന്ത്ര്യവുമില്ലാതെ ഇടിമുറികളുള്ള ഒരു കോളേജിന്റെ നിലവാരത്തിലേക്ക് ഈ കോളേജിനെയും അധപ്പതിപ്പിക്കുവാൻ ഉള്ള ശ്രമം നടക്കരുത്. മറിച്ച് ഇവരെ മാത്രം ശിക്ഷിക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുക. അവരുടെ രാജിയോടുകൂടി എല്ലാ പ്രശ്നവും അങ്ങനെയാണെങ്കിൽ തീരുമോ? എന്താണ് നിങ്ങളുടെ? ലക്ഷ്മി നായർ രാജിവെച്ച് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പുറത്തു പോകാതെ ഇനി ആരൊക്കെ എങ്ങനെ ഇടം തുള്ളിയാലും ഞങ്ങൾ സമരം അവസാനിപ്പിക്കില്ല, അസന്ധിഗ്ധമായി പറയാം. എന്തുകൊണ്ടാണെന്ന് അറിയോ രാഹുലേ, ഇടിമുറി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ ഇടിമുറി എവിടെയാണെന്നറിയോ? 2005 പേരൂർക്കട പോലീസ് സ്റ്റേഷൻ ക്രൈം 290/2005 308 ഒഫൻസ, കൊലപാതക ശ്രമം, 1-ാം പ്രതി ലക്ഷ്മി നായർ, ഇഞ്ചോട് ആരൊക്കെന്നറിയോ? ലോ അക്കാഡമിയിലെ വിദ്യാർത്ഥികൾ അഖിലേഷും പ്രദീപും. ആ കേസ് സാക്ഷികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഹൈക്കോടതിയിൽ കോഷ് ചെയ്ത് ഇല്ലാതാക്കി കളഞ്ഞു. 1-ാം പ്രതിയായി വിദ്യാർത്ഥികളെ തെരുവ് ഗുണ്ടകളെപ്പോലെ ലോ അക്കാഡമിക്ക് അകത്തിട്ട് അടിച്ചൊതുക്കിയ ഗുണ്ടാപ്പണി ചെയ്ത 308 കേസിലെ 1-ാം പ്രതിയായിരുന്ന ലക്ഷ്മി നായരെ ആര് ന്യായീകരിച്ചാലും ഞങ്ങൾ പറയുന്നു, ലക്ഷ്മി നായർ SC/ST അട്രോസിറ്റി ചെയ്തിട്ടുണ്ട്, മനുഷ്യാവകാശം ചെയ്തിട്ടുണ്ട്, സ്വജനപക്ഷപാതം ചെയ്തിട്ടുണ്ട്, ഫ്ലാറ്റ് തട്ടിപ്പ് ചെയ്തിട്ടുണ്ട്, കുക്കറി ഷോയ്ക്ക് കുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട്, ഹോസ്റ്റൽ മുറികളിൽ നിന്നും രാത്രികാലങ്ങളിൽ പെൺകുട്ടികളെ കാറുകളിൽ കൊണ്ടുപോയിട്ടുണ്ട്. അത് എതിർത്ത SFI നേതാവ് ആദർശിനെ പെണ്ണ് കേസിൽ കുടുക്കി പുറത്താക്കിയിട്ടുണ്ട്. മാതാപിതാക്കന്മാരെ തള്ളയെന്നും തന്തയെന്നുമൊക്കെ അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടുണ്ട്. അടിമത്വത്തിൽ നിൽക്കാത്ത എല്ലാ കുട്ടികളെയും ഡീബാർ ചെയ്ത് കളയുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു പ്രിൻസിപ്പളിനെ വെച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ജനാധിപത്യത്തിന് ഭൂഷണമല്ല. നാരായണ സാറിനോടുള്ള എല്ലാ ബഹുമാനവും ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇതുപോലൊരു സ്ഥാപനത്തിൽ അതിൻ്റെ അഫിലിയേഷൻ പോലും ഇല്ല എന്ന് പറയുമ്പോൾ, ഇന്നലെ ജോൺസൺ എബ്രഹാം സിൻഡിക്കേറ്റിൽ പറഞ്ഞതുപോലെ അഫിലിയേഷൻ അന്വേഷിക്കണം, ട്രസ്റ്റിനെ സംബന്ധിച്ച് അന്വേഷിക്കണം, ബൈലകളെ സംബന്ധിച്ച് അന്വേഷിക്കണം. 25 കൊല്ലത്തെ ഇവരുടെ സുവർണ്ണ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട പിരിവ്, ആ പിരിവ് ഉൾപ്പെടെയുള്ള സംബന്ധിച്ച് ഗവൺമെന്റ് ആഡിറ്റ് ചെയ്യണം. സഖാവ് പിണറായി വിജയൻ വിഷയത്തിൽ ഇടപെടണം. ലക്ഷ്മി നായരെ മാറ്റിക്കൊണ്ട് എന്ത് ചർച്ച വേണോ നിങ്ങൾ മുന്നോട്ട് വെച്ചോ, ഞങ്ങൾ അതിന് തയ്യാറാണ്. ഞങ്ങൾക്ക് ലോ അക്കാഡമി തകർക്കണമെന്നില്ല. പക്ഷേ ലക്ഷ്മിയെ വെച്ചുകൊണ്ടാണ് പോയാൽ ആരൊക്കെ സമരരംഗത്ത് നിന്ന് പിന്മാറിയാലും ശരി, ഒറ്റ കേസുകാരനെങ്കിലും ഇവിടെ ജീവനോടെ ഉണ്ടെങ്കിൽ ഈ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഇതാണ് ഞങ്ങളുടെ നിലപാട്. തീർച്ചയായും ഇടവേള ഷിജുലേക്ക് എത്താം. ഇടവേള തീർച്ചയായും. ശ്രീ ഫക്രുദ്ദീൻ, ഒരുപക്ഷെ വലിയ ഭാവി, വിദ്യാർത്ഥികളുടെ വലിയ ഭാവി, അക്കാദമിയുടെ വലിയ പ്രശ്നങ്ങൾ, എന്നാൽ ഏറ്റവും ഒടുവിൽ ഇന്ന് AKG സെന്ററിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം പോലും പ്രിൻസിപ്പൽ രാജിവെക്കില്ല എന്ന അസന്നിഗ്ധമായ നിലപാടിലേക്ക് മാനേജ്മെന്റ് നിൽക്കുന്നു. വിദ്യാർത്ഥികളുടെ ഭാവി എന്ത്, അക്കാദമിയുടെ മുമ്പോട്ടുള്ള പോക്കെന്ത്? അവസാനം 10 സെക്കൻഡ്. മുട്ടാപ്പോക്ക് നയത്തിൽ ആരും തുടരുന്നത് ശരിയല്ല. വിദ്യാർത്ഥികളെ പൊതുവായിട്ടുള്ള ആവശ്യം, ഒരു മൂഡ് അതാണെങ്കിൽ അവർ മാറി നിൽക്കുന്നതാണ് നല്ലത്. വേണമെങ്കിൽ കുറച്ചേരം മാറി അവർക്ക് തിരിച്ചു വരാം. ഏതായാലും അക്കാദമി വലിയ വ്യക്തികളല്ല പ്രധാന സ്ഥാപനമാണ്. അതുപോലെ തന്നെ വ്യക്തികൾ തന്നെ സ്ത്രീത്വം, അതുപോലെ സംസ്കാരം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഇത്തരം ഡിസ്കോഴ്സുകൾ നമ്മൾ ആരോഗ്യകരമായിട്ടും വളരെ പോയിന്റ് വൈസ് ആയിട്ടും വേണം നടത്താം. അല്ലാതെ വൈഡായിട്ടുള്ള കാടടച്ച് വെടിവെച്ചുകൊണ്ട് കാര്യമില്ല. ആളുകളെ എത്തി കാണിച്ചുകൊണ്ട് നിങ്ങൾ ആ തെറ്റിനെ എതിർക്കൂ. അല്ല തെറ്റ് ചെയ്യുന്നവരല്ല എതിർക്കേണ്ടത് എന്ന് മഹാത്മാഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ജീസസും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് ഇവരെയൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. തീർച്ചയായും. ശ്രീ റെജി ലൂക്കോസ്, ഇങ്ങനെ ഒരു വിഗ്രഹം ഉണ്ടാക്കുക, അവർക്കെതിരെ അങ്ങനെ കല്ലേറുക എന്നതിനെ എതിർക്കുന്ന ഒരു പക്ഷം, എന്നാൽ അവർ ചെയ്ത തെറ്റിനെ തീർച്ചയായും വിചാരണ ചെയ്യപ്പെടണം എന്ന് പറയുന്ന മറുപക്ഷം, ഒപ്പം വിദ്യാർത്ഥികളുടെ വലിയ ഭാവി, എന്താണ് താങ്കൾ ഇതിൽ കാണുന്നത്? ഈ അറഗന്റ് നിലപാടിൽ നിന്ന് പിന്മാറണമോ പ്രിൻസിപ്പൽ? ഈ കടുത്ത നിലപാടിൽ നിന്ന് പ്രിൻസിപ്പൽ പിന്മാറണമോ? പദവിയിൽ മാറി സുഗമമായി കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൂടെ? 10 സെക്കൻഡിൽ.
തീർച്ചയായിട്ടും പിന്നെ അവിടുത്തെ പ്രിൻസിപ്പളിന്റെ ഭാഗത്ത് വിദ്യാർത്ഥികൾക്ക് യോജിക്കാത്ത നടപടികളുണ്ടെങ്കിൽ ആ പിന്നെ പ്രിൻസിപ്പൽ അവിടെ മാറി നിൽക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും യോജിപ്പില്ല. അതൊക്കെ കൃത്യമായ രീതിയിലൂടെ നമ്മൾ അഡ്രസ് ചെയ്തിട്ടുള്ള ഒരു കാര്യത്തിന് മറുപടി പറയാനുള്ള സമയം തരണം. ഷഫീർ പറഞ്ഞ 2013 കെട്ടിട നിർമ്മാണ വ്യവസ്ഥയ്ക്കുള്ള അനുവാദം കൊടുത്തത് പിന്നെ ഇവരുടെ UDF ഗവൺമെന്റാണ്. അത് രേഖകളുണ്ട്. കാരണം 5 നില കെട്ടിടത്തിന് മുകളിലേക്കുള്ള ഏത് ബിൽഡിംഗ് പണിയണമെങ്കിൽ സംസ്ഥാന സർക്കാർ അനുമതി കൊടുക്കണ്ടേ? അപ്പൊ ഇത് അനുമതി കൊടുത്ത് ഇവരാണ്. ഒരു കാര്യം കൂടെ പറയാനുള്ള അവസരം തരണം. അതായത് പിന്നെ ഈ പറയുന്ന കോളേജിൽ ഒരു കീഴ്വഴക്കം വരുന്നത് തെറ്റാണ്. ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും വിദ്യാർത്ഥികൾ താല്പര്യമില്ലാത്ത പ്രിൻസിപ്പാളിനെ ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്നത് തെറ്റാണ്. ആ കോളേജിനുള്ളിലെ വിഷയങ്ങൾ അവിടെ തന്നെ ചർച്ച തീർക്കുക. അതുപോലെ തന്നെ ലോക അക്കാദമി എന്ന് പറയുന്ന കോളേജിനെതിരെയുള്ള ഫാസിസ്റ്റ് നടപടികൾക്കെതിരെ കേരളത്തിന് മനസാക്ഷി ഉയരേണ്ടതാണ്. റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജിനെ തകർക്കാനുള്ള ഒരു അജണ്ട ഇവിടെയുണ്ട്. അതിൽ രാഷ്ട്രീയമുണ്ട്. തീർച്ചയായും രാഹുൽ 10 സെക്കൻഡ് കൊണ്ട് പ്ലീസ്. അതായത് ഈ തരത്തിൽ ഒരറ്റത്ത് വിദ്യാർത്ഥികളുടെ അവകാശം, മറുവശത്ത് ചില മനുഷ്യാവകാശങ്ങൾ, ഒപ്പം വിദ്യാർത്ഥികൾക്ക് മേൽ ചെയ്ത ക്രൂരമായ പീഡനങ്ങൾ, ഇതൊക്കെ എങ്ങനെ മറികടക്കാം? പ്രിൻസിപ്പൽ രാജിവെക്കണമെങ്കിൽ രാജിവെച്ച് മുമ്പോട്ട് പോയിക്കൂടെ? അല്ല, വിദ്യാർത്ഥികളോടൊപ്പം തന്നെയാണ്. പക്ഷേ നമുക്ക് സമവായം വേണം. കൺസെൻസസിന്റെ ഭാഷ സംസാരിക്കാനും ഒരു മധ്യവർത്തി നയം എടുക്കാനും എല്ലാവർക്കും സ്വീകാര്യമായൊരു ഇതിന്റെ ഒരു എക്സിറ്റ് ക്ലോസിലേക്ക് വരാനും വിദ്യാർത്ഥികൾ തയ്യാറാവും. ശരി, മനസ്സിലായി രാഹുൽ ഈശ്വർ. അവസാനമായി SFI പ്രതിനിധി, മുൻ SFI നേതാവും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ഷിജു ഖാൻ, ഈ പ്രശ്നത്തെ രമ്യമായി പരിഹരിക്കേണ്ടത് ഒരു പക്ഷേ വലിയ ആവശ്യമാണ് സമൂഹത്തിൻ്റെ മുഴുവൻ. പക്ഷേ എന്നാൽ വിദ്യാർത്ഥികൾ അനുഭവിച്ച പ്രശ്നത്തെ സാംസ്കാരികമായും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. വലിയ ബാധ്യതയുണ്ട്. ആർക്കും വേണ്ടി നമ്മുടെ നീതിയോ നിയമത്തെ ചുരുട്ടി കശത്ത് വെക്കാനും നമുക്കാകില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിനൊരു പരിഹാരം? 5 വിദ്യാർത്ഥി സംഘടനകൾ കേരള സർവകലാശാലയ്ക്ക് കൊടുത്ത നിവേദനം സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മെമ്പർമാരുമായി സംസാരിച്ചപ്പോൾ അവർ 5 പേരും അക്കാഡമിക് താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ പരാതി കൊടുക്കുന്നത്. അതിൽ പ്രിൻസിപ്പലിൻ്റെ ഏകാധിപത്യ സമീപനങ്ങൾ അവസാനിപ്പിക്കുക, പ്രിൻസിപ്പലിനെ പുറത്താക്കുക, അതുപോലെ ഇൻറ്റേർണൽ അസസ്മെൻറ്റിൻ്റെ പേരിലുള്ള പീഡനങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കുക, ക്യാമറ ഘടിപ്പിച്ച നിലപാട് ഒഴിവാക്കുക, ഇത്തരം മുദ്രാവാക്യങ്ങളാണ്. ആ മുദ്രാവാക്യങ്ങളിൽ മിക്കവാറും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ നടപ്പിൽ വരുന്നൊരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. പ്രിൻസിപ്പൽ രാജിവെക്കുക എന്നുള്ള നിലപാടുമായിട്ടാണ് വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് പോകുന്നത്. ഇനി ഷഫീറും കോൺഗ്രസും ഇപ്പോൾ ഈ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് ഞങ്ങൾ KSU ഒന്നും ഇല്ല, കുറച്ച് ആളുകൾ അവിടെ സമരം നടത്തുന്നതല്ലാതെ ഇന്നലെ തന്നെ ആയിരക്കണക്കിന് SFI പ്രവർത്തകരാണ് ആ സമരത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് SFI ആണ് സമരത്തിന്റെ നേതൃത്വം. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും അതിന്റെ റോൾ വഹിക്കുന്നുണ്ട്. പിന്നെ കോൺഗ്രസും BJPയും നടത്തുന്ന സങ്കുചിതമായ ഗവൺമെന്റിനെതിരായി സർവകലാശാലയ്ക്കെതിരായ നിലപാട് അംഗീകരിക്കാൻ സാധ്യമല്ല. സങ്കുചിതമായ കാഴ്ചപ്പാടാണ്. അത് ഈ സമരത്തെ ദുർബലപ്പെടുത്താനുള്ള തീർച്ചയായും രാഷ്ട്രീയവൽക്കരണം നടത്തുന്നതിന്റെ പിന്നിൽ താല്പര്യങ്ങളുണ്ട്. കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ട അവഗാഹം അല്ലെങ്കിൽ അവധാനത, അത്തരത്തിലുള്ള അനുധാവനം ഒക്കെ വിദ്യാർത്ഥി സമൂഹത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും ഭാഗമായി ഒന്നിച്ചുയരേണ്ടതുണ്ട്. സമരം മുമ്പോട്ട് പോകട്ടെ. തീരുമാനങ്ങൾ എന്തായിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ആൻഡ് ന്യൂസിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി.